ലോ അക്കാദമി പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായരെ നീക്കി 5 വർഷത്തേക്ക് അധ്യാപനവും ഉണ്ടാകില്ലെന്ന് ഡയറക്ടർ. SFI സമരം പിൻവലിച്ചു. പ്രശ്നങ്ങൾ തീർന്നിട്ടില്ലെന്ന് VS. മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ പ്രക്ഷോഭം തുടരും. സിൻഡിക്കേറ്റ് ഉപസമിതി റിപ്പോർട്ടിൽ നടപടിയെടുക്കേണ്ടത് സർവകലാശാലയെന്ന് സർക്കാർ. തിരുവനന്തപുരത്ത് നാളെ BJP ഹർത്താൽ. ലക്ഷ്മി നായരെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് 5 വർഷത്തേക്ക് മാറ്റി നിർത്താൻ തീരുമാനിച്ചതായി ലോ അക്കാദമി മാനേജ്മെന്റ് കമ്മിറ്റി വ്യക്തമാക്കി. ഇക്കാലയളവിൽ അധ്യാപക എന്ന ചുമതലകൾ വഹിക്കുന്നതിൽ നിന്നും മാറ്റി നിർത്തും. ഡയറക്ടർ ബോർഡ് നിയോഗിച്ച 5-അംഗ സമിതിയുടേതാണ് ഈ തീരുമാനം. തീരുമാനത്തിനെതിരെ ലക്ഷ്മി നായർക്ക് കോടതിയെ സമീപിക്കാൻ അവകാശമുണ്ടെന്ന് ഡയറക്ടർ നാരായണൻ നായർ പിന്നീട് വ്യക്തമാക്കി. പ്രിൻസിപ്പൽ ഡോക്ടർ ലക്ഷ്മി നായർ സ്ഥാനം ഒഴിഞ്ഞു. വൈസ് പ്രിൻസിപ്പൽ ശ്രീ മാധവൻ പോറ്റിക്ക് പ്രിൻസിപ്പലിൻ്റെ ചാർജ് നൽകിയിട്ടുണ്ട്. ഇന്റേണൽ മാർക്കുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിന് ഒരു ഗ്രീവൻസ് സെൽ രൂപീകരിക്കുന്നതടക്കം വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. SFI നേതാക്കളുമായി പ്രത്യേകം നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഡയറക്ടറുടെ ഈ പ്രഖ്യാപനം. പ്രിൻസിപ്പൽ രാജിവെക്കുകയെന്ന വിദ്യാർത്ഥി ആവശ്യത്തിൽ വ്യക്തതയില്ലാത്തതാണ് മാനേജ്മെന്റിന്റെ നടപടി. ലക്ഷ്മി നായർ രാജിവെക്കുകയോ അവരെ പുറത്താക്കുകയോ അല്ല, അവരോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയാണുണ്ടായതെന്ന് ഡയറക്ടറുടെ വാക്കുകളിൽ വ്യക്തം. ലക്ഷ്മി നായർ അറിയിച്ചിട്ടുണ്ട്, അംഗീകരിക്കുന്ന വിശ്വാസം കോടതി സമീപിക്കാം. പരീക്ഷാ ചുമതലകളിൽ നിന്ന് സർവകലാശാല 5 വർഷത്തേക്ക് വിലക്കിയ സാഹചര്യത്തിലാണ് ഇക്കാലയളവിൽ അധ്യാപനത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത്. എന്നാൽ ഡയറക്ടർ ബോർഡ് അംഗമെന്ന നിലയിൽ കോളേജിൽ വന്നുപോകാം. നാളെ മുതൽ ക്യാമ്പസ് പ്രവർത്തിക്കുമെന്നും പോലീസ് സംരക്ഷണം തേടിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹൈക്കോടതി കേസ് കൊടുത്തിട്ടുണ്ട്, പോലീസ് പ്രൊട്ടക്ഷൻ ക്ലാസ് നടത്തും. പകരം ചുമതല നൽകിയ മാധവൻ പോറ്റിയുടെ യോഗ്യതയും വിവാദമായിട്ടുണ്ട്. ചട്ടപ്രകാരം പ്രിൻസിപ്പലിന്റെ പ്രായപരിധി 65ആണ്. മാധവൻ പോറ്റിയുടെ വയസ്സ് 67. ജെ മുഹാജിർ, മീഡിയ 1, തിരുവനന്തപുരം. ലക്ഷ്മി നായരെ ലോ അക്കാദമി പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താമെന്ന് മാനേജ്മെന്റ് ഉറപ്പ് നൽകിയതോടെ SFI സമരം പിൻവലിച്ചു. എന്നാൽ പ്രിൻസിപ്പൽ രാജിവെക്കും വരെ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ സമരം തുടരും. രാജി ആവശ്യപ്പെട്ടാണ് സമരം തുടങ്ങിയതെങ്കിലും 5 വർഷത്തേക്ക് ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നതായിരുന്നു അവസാന ചർച്ചയിൽ SFI ആവശ്യപ്പെട്ടത്. ഇത് മാനേജ്മെന്റ് അംഗീകരിച്ചു. വിദ്യാർത്ഥി സമരത്തെ SFI വഞ്ചിച്ചെന്ന് മറ്റ് വിദ്യാർത്ഥികൾ ആരോപിച്ചു. പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും ലക്ഷ്മി നായരെ പുറത്താക്കിയാലും ലോ അക്കാദമി സമരം വരും ദിവസങ്ങളിലും ശക്തമായി തുടരാൻ സാധ്യത. ലക്ഷ്മി നായരെ പുറത്താക്കാനുള്ള മാനേജ്മെന്റ് തീരുമാനം ഒത്തുതീർപ്പ് നാടകത്തിന്റെ ഭാഗമാണെന്ന ആരോപണം ശക്തമാവുകയാണ്. അക്കാദമിക്കെതിരായ നടപടി സർവകലാശാലയെ ഏൽപ്പിച്ച സർക്കാർ തീരുമാനവും വിവാദമാകുന്നു. മാനേജ്മെന്റിന്റെ വിദ്യാർത്ഥി ദ്രോഹ നടപടിക്ക് പുറമെ കോളേജ് അഫിലിയേഷൻ പ്രശ്നം, അനധികൃതമായി സർക്കാർ ഭൂമി കയ്യേറൽ, ദളിത് മുസ്ലിം വിദ്യാർത്ഥികൾക്കെതിരായ പീഡനം തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് അക്കാദമിക്കെതിരെ ഉയർന്നത്. വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ ആദ്യം വഴങ്ങാതിരുന്ന മാനേജ്മെന്റ് സമരം ശക്തമായതോടെയാണ് പ്രിൻസിപ്പളെ പുറത്താക്കാമെന്ന പുതിയ ഫോർമുലയുമായി രംഗത്തെത്തിയത്. എന്നാൽ സർക്കാർ മാനേജ്മെന്റ് ഒത്തുതീർപ്പ് നാടകമാണിതെന്നാണ് ആരോപണം. SFI സമരത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും കോടതിയെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് സമരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ വിമർശനം. പ്രിൻസിപ്പൽ സ്ഥാനം ഒഴിഞ്ഞാലും പ്രശ്നം അവസാനിക്കുന്നില്ലെന്നായിരുന്നു ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദന്റെ പ്രതികരണം. ഭൂമിയുടെ കാര്യത്തെ സംബന്ധിച്ച് ഉള്ള ഭൂമിയുടെ കാര്യം വ്യക്തമായി പറയുന്നില്ല. 2 ദളിത് വിദ്യാർത്ഥികളോട് ക്രിമിനൽ സ്വഭാവത്തോടുകൂടിയുള്ള പ്രവൃത്തി ചെയ്യുന്നു. 3 കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് ഇടയാകത്തക്ക തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെയുള്ള 3 പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളാണ് അവരെ സംബന്ധിച്ച് ഉയർന്നിട്ടുള്ളത്. കരാർ ഒത്തുകളിയാണെന്ന് പ്രതിപക്ഷ നേതാവും വിദ്യാർത്ഥി വഞ്ചനയാണെന്ന് KPCC പ്രസിഡന്റും വിമർശിച്ചു. CPMന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി വഞ്ചനയാണ് CPMും അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന SFIയും നടത്തിയിട്ടുള്ളത്. ഇതിനിടെയാണ് അക്കാദമിക്കെതിരായ ആരോപണത്തിൽ നടപടി സ്വീകരിക്കാൻ സർവകലാശാലയെ സർക്കാർ ചുമതലപ്പെടുത്തിയത്. പ്രശ്നത്തിൽ നിന്ന് തടിയൂരാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് സർക്കാർ തീരുമാനമെന്നും ആക്ഷേപമുണ്ട്. ലക്ഷ്മി നായർ സ്ഥാനമൊഴിഞ്ഞാലും അക്കാദമിക്കെതിരായ സമരം വരും ദിവസങ്ങളിലും ശക്തമായി തുടരും. PPJC, മീഡിയ 1, തിരുവനന്തപുരം. ഈ വിഷയം ചർച്ച ചെയ്യാൻ സ്പെഷ്യൽ എഡിഷനിൽ ഇന്ന് എന്നോടൊപ്പം അഡ്വക്കേറ്റ് BRM ഷഫീർ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് നിന്നുമുണ്ട്. ഒപ്പം തന്നെ ലോ അക്കാദമി വിദ്യാർത്ഥിനി ശ്രീമതി അഞ്ജിത തിരുവനന്തപുരത്ത്, MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ തിരുവനന്തപുരത്ത്, ABVPയുടെ സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി AS അഖിൽ തിരുവനന്തപുരത്ത് നിന്നും ചർച്ചയിൽ പങ്കെടുക്കും. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം ഷിജു ഖാൻ, ഒപ്പം തന്നെ ഉപസമിതി കൺവീനർ ഡോക്ടർ P രാജേഷ് കുമാർ ടെലിഫോണിലും ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ടാകും. അഡ്വക്കേറ്റ് BRM ഷഫീർ, 5 വർഷത്തേക്ക് ലക്ഷ്മി നായരെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നു. അധ്യാപനം നടത്താൻ അവർക്ക് കഴിയില്ല.
ഇത് ഈ സമരത്തിൻ്റെ വിജയമായി SFI പറയുമ്പോൾ ഈ കരാർ വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്നതാണ് എന്നൊരു നിലപാട് നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വീകരിക്കുന്നത്? SFI ഇന്ന് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥി ചരിത്രത്തിലെ ഏറ്റവും വലിയ പുറകിൽ നിന്ന് കുത്താണ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പുറകിൽ നിന്ന് കുത്തിയവരിൽ നിന്നും വിദ്യാർത്ഥി വർഗത്തെ ഇങ്ങനെ കുത്തിയതിൽ ഞങ്ങൾക്ക് ഒരു അത്ഭുതവുമില്ല. ഇവർ മാനേജ്മെന്റിന് വേണ്ടി സമരം ചെയ്തവർ ഇന്ന് മാനേജ്മെന്റ് പറഞ്ഞപ്പോൾ പുറത്തുപോയി. വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്തവർ ഇതവിടെ കിടപ്പുണ്ട്. ഒരു ഘട്ടത്തിൽ KSUവും ABVPയും MSFും AISFും കൂടി സമരരംഗത്തേക്ക് വന്നപ്പോൾ മാനേജ്മെന്റിന്റെ ചട്ടകുമായി നിന്ന് പ്രവർത്തിക്കുകയും എന്നിട്ട് ഈ സമരപ്പന്തലിൽ കയറി അടിയുണ്ടാക്കി ആ സമരത്തെ കലക്കി പോലീസ് രാജ് വിളിച്ചു വരുത്തി മാനേജ്മെന്റിനെ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്ത SFI നിവർത്തിയില്ലാതെ സമരരംഗത്തേക്ക് വന്നതാണ്. SFI സമരരംഗത്തേക്ക് നിൽക്കുമ്പോൾ പോലും സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു പിള്ളേര് കളിയാണെന്ന് വിളിച്ച് കളിയാക്കുകയായിരുന്നു. ഇന്നിപ്പോൾ SFI നടത്തിയ ഈ ധാരണ ഞാനൊന്ന് ചോദിക്കട്ടെ, സഖാവ് VS അച്യുതാനന്ദനെ പോലും ബോധ്യപ്പെടുത്താൻ SFIക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്ന് SFI നിങ്ങൾക്കറിയാമല്ലോ, ചോരച്ചാലുകൾ നീന്തി കയറി എന്ന് പറഞ്ഞ് വിപ്ലവം പ്രസംഗിച്ചവർ ഇന്ന് കുക്കറി ഷോ നടത്തുന്ന സഹോദരിയുടെ സാമ്പാർ കലത്തിൽ മുങ്ങി ആത്മഹത്യയുടെ സമീപനമല്ലേ നമുക്ക് ഒത്തുകളിയാണെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്? BRM ഷഫീർ. കാരണം ഒന്ന്, SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ജയ്ക്ക് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, ലക്ഷ്മി നായർ രാജിവെച്ച് പുറത്തു പോകുന്നതല്ലാതെ ഒരു സമീപനം, ഒരു ഒത്തുതീർപ്പ് SFIക്ക് ഇല്ല എന്ന് ഇന്നലെ വരെ പറഞ്ഞു. ഇപ്പോൾ അവർ പറയുന്നു ഞങ്ങൾ മാറ്റി നിർത്തി. എങ്ങനെയാ മാറ്റി നിർത്തുക? ഞാനൊരു കാര്യം പറയാം. സർവകലാശാലയുടെ അഫിലിയേഷൻ ഉൾപ്പെടെ റദ്ദ് ചെയ്തുകൊണ്ട് സിൻഡിക്കേറ്റിന് തീരുമാനമെടുക്കാവുന്ന സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അത് ചെയ്യാതെ ഇന്ന് AKG സെന്ററിൽ വിളിച്ചു വരുത്തി അവർ പറയുന്നതനുസരിച്ച് ഒരു കരാർ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഈ 2 ഷീറ്റ് പേപ്പർ ഇപ്പോൾ ഷിജു ഖാൻ കൊണ്ടുവന്നിട്ടുണ്ട്, കാണിക്കുമായിരിക്കും. ആ 2 ഷീറ്റ് പേപ്പറിന് മാനേജ്മെന്റിന്റെ ട്രസ്റ്റുകൾ 21 അംഗ ട്രസ്റ്റുകൾ ഉള്ള ആ മാനേജ്മെന്റ് ട്രസ്റ്റിയിൽ 3 കുടുംബക്കാരും ഒരു അഭിഭാഷകനും കൂടി ചേർന്നുകൊണ്ട് ഒരു കരാർ ഉണ്ടാക്കി കൊടുത്താൽ അതിനെന്തെങ്കിലും നിയമസാധുതയുണ്ടോ? 1. 2, നാളെ ലക്ഷ്മി നായർ പറയും ഞാൻ രാജിവെച്ചിട്ടുമില്ല, രാജ്യസന്നദ്ധ അറിയിച്ചിട്ടുമില്ല, എന്നെ പുറത്താക്കിയ നടപടി ഞാൻ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നിയമപരമായി ചലഞ്ച് ചെയ്യും, അവർക്ക് തിരിച്ചു വരാം. 2. 3, ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പ്രായാധിക്യം കാരണം നാരായണ സാർ മാറിയിട്ട് ഡയറക്ടർ സ്ഥാനത്തേക്ക് ലക്ഷ്മി നായർ അവരോധിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ന് വൈകുന്നേരം പേരൂർക്കടയിൽ നടക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇന്ന് എന്നതിന് ശേഷം ശ്രീ മാധവൻ പോറ്റിയെ നിയമിച്ചു. കേരള സർവകലാശാലയുടെ 27/14/2004 നോട്ടിഫിക്കേഷൻ നമ്പർ 624/2004 അതിൽ പറയുന്നത് 14 ക്ലോസ് A ക്ലോസ് 3 അനുസരിച്ച് ഒരു പ്രിൻസിപ്പലിനെ നിയമിക്കുമ്പോൾ അത് സർവകലാശാലയെ അറിയിച്ചിരിക്കണം, UGCയുടെ മാനദണ്ഡത്തിന് വിധേയമായിരിക്കണം, 65 വയസ്സിൽ താഴെയായിരിക്കണം, PhD ഉണ്ടാകണം. മാധവൻ പോറ്റിക്ക് PhDയും ഇല്ല, 67 വയസ്സാവുകയും ചെയ്തു. അവരുടെ അംഗീകാരം സർവകലാശാല അംഗീകരിക്കുന്നുമില്ല. ഞാൻ ഒരു കാര്യം തീർത്തു പറയാം, ലക്ഷ്മി നായരെ അവിടെ തുടർന്നുകൊണ്ട് രാജിവെക്കാതെ അവിടെ തുടർന്നുകൊണ്ടുള്ള ഈ സമീപനത്തെ ഒരു കാരണവശാലും ഞങ്ങൾ യോജിക്കുന്നില്ല. ചോദിക്കുന്നു ഷിജു ഖാൻ, നിങ്ങൾ ലക്ഷ്മി നായർ പ്രിൻസിപ്പൽ പദവിയിൽ നിന്ന് രാജിവെക്കുന്നത് വരെ വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ ഉറച്ച് സമരരംഗത്തുണ്ടായിരുന്നവരാണ്. ഒരു രാത്രി വെളുത്തപ്പോഴേക്കും നിങ്ങളുടെ നിലപാടുകൾ കരണം മറിഞ്ഞോ? നിങ്ങൾ ലക്ഷ്മി നായരെ മാറ്റി നിർത്താം എന്ന് മാനേജ്മെന്റ് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിച്ചതിനെ നിങ്ങൾക്ക് സ്വയം എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? കോടതിയിൽ ചലഞ്ച് ചെയ്യാം ഈ തീരുമാനത്തെ എന്ന് ഡയറക്ടറും ലക്ഷ്മി നായരുടെ അച്ഛനുമായ നാരായണൻ നായർ മാധ്യമപ്രവർത്തകരുടെ മുഖത്ത് നോക്കി പറയുകയുണ്ടായി. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ സമരം വിജയിച്ചു എന്ന് അവകാശപ്പെടാൻ കഴിയുക? മീഡിയ വണ് ഈ ചർച്ചയ്ക്ക് മുന്നോടിയായി അവതരിപ്പിച്ച റിപ്പോർട്ട് തന്നെ ഏകപക്ഷീയമാണ്. സമരത്തെ തകർക്കാൻ ഉദ്ദേശിച്ചിറങ്ങിയ ആളുകൾക്കുള്ള ഒരു വലിയ കയ്യിലെ ചട്ടുകമായി അതിലെ റിപ്പോർട്ട് മാറി ഒന്നാണ് പറയാനുള്ളത്. 1. 2, അല്ല, അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ ഷിജു ഖാൻ. എങ്ങനെ മാറി, എന്തുകൊണ്ട് താങ്കൾ ഈ ആരോപണം ഉന്നയിക്കുന്നു എന്നെല്ലാം പറയണം. അതെ, ഞാനത് പറഞ്ഞിട്ടേ പോകൂ ഗോപികൃഷ്ണ, അതിനല്ലേ വന്നത്. ലോ അക്കാഡമിയിൽ ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് SFIയുടെ നേതൃത്വത്തിൽ, വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്നത്. ആ സമരത്തിലുടനീളം വിദ്യാർത്ഥികൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ കോളേജിലെ ഇന്റേണൽ അസസ്മെന്റിന്റെ പേരിലുള്ള പീഡനങ്ങൾ അവസാനിപ്പിക്കുക, ക്യാമറകൾ ഘടിപ്പിച്ച നിലപാട് അവസാനിപ്പിക്കുക, അതുപോലെ തന്നെ മാർക്ക് ക്രമക്കേട് ഉൾപ്പെടെയുള്ള ഗുരുതരമായ കാര്യങ്ങൾ ചെയ്യുന്ന പ്രിൻസിപ്പലിനെ നീക്കം ചെയ്യുക,
സർവകലാശാലയും ഗവൺമെൻറ്റും ഇടപെടുക എന്നുള്ളതാണ്. സർവകലാശാല സിൻഡിക്കേറ്റ് ഒരു പ്രത്യേക ഉപസമിതിയെ നിയോഗിച്ച് ആ ഉപസമിതിയുടെ റിപ്പോർട്ട് സർവകലാശാല അംഗീകരിച്ച് അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോയി 5 വർഷത്തേക്ക് സർവകലാശാല പരീക്ഷയിൽ നിന്ന് ഡീബാർ ചെയ്തു പിന്നെ ലക്ഷ്മി എസ് നായരെ. അതുപോലെ തന്നെ പിന്നെ സർവകലാശാലയിലെ ഇന്റേണൽ അസസ്മെന്റിന്റെ പേരിൽ ഇനി ഒരു കുട്ടിയെയും ലോ അക്കാഡമിയിൽ പീഡിപ്പിക്കരുത് എന്നുള്ളത് കൊണ്ടുള്ള നിലപാട് പ്രത്യേക മോണിറ്ററിംഗ് കമ്മിറ്റിയെ നിയോഗിച്ചു. അത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയി. അതിനോടൊപ്പം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ മാനേജ്മെന്റ് ചർച്ചയ്ക്ക് വിളിച്ചു. ആ ചർച്ചയ്ക്ക് ഒടുവിൽ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. പ്രിൻസിപ്പൽ ഡോക്ടർ ലക്ഷ്മി എസ് നായർ തൽസ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ് പകരം വൈസ് പ്രിൻസിപ്പലിന് പ്രിൻസിപ്പലിന്റെ ചുമതല നൽകും. 5 വർഷത്തേക്ക് പേരൂർക്കട ലോ അക്കാഡമിക് ക്യാമ്പസിൽ ഫാക്കൽറ്റി അംഗമായി ഡോക്ടർ ലക്ഷ്മി നായർ ഉണ്ടാവുകയില്ല എന്നുള്ള ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമുദ്രാവാക്യം അത് ഇവിടെ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ നിരവധിയായിട്ടുള്ള 17 ആവശ്യങ്ങൾ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചത് അംഗീകരിക്കപ്പെട്ട സ്ഥിതിവിശേഷമുണ്ട്. 10-20 ദിവസമായി അധ്യയനം മുടങ്ങിക്കിടന്ന ഒരു ക്യാമ്പസിൽ നാളെ മുതൽ അധ്യയനം ആരംഭിക്കണം. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ആഗ്രഹത്തിനനുസരിച്ച് പ്രിൻസിപ്പൽ മാറി നിൽക്കണം എന്ന നിലപാടാണ് SFI ഉയർത്തിപ്പിടിച്ചത്. അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ഗോപികൃഷ്ണ, ഡോക്ടർ ഫസൽ ഗഫൂർ, ഈ ചർച്ച ഒത്തുതീർപ്പാക്കിയതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അവകാശപ്പെട്ടുകൊണ്ട് ഷിജു ഖാൻ SFIക്ക് വേണ്ടി ഇവിടെ പ്രസന്റ് ചെയ്ത വാദമുഖങ്ങൾ താങ്കൾ കണ്ടല്ലോ. ഈ സമരത്തെ ഒന്നാകെ നിരീക്ഷിച്ച വ്യക്തി എന്ന നിലയിൽ ഡോക്ടർ ഫസൽ ഗഫൂർ, എന്താണ് ഈ സമരം ഒത്തുതീർന്നതിൽ നിന്ന് താങ്കൾ മനസ്സിലാക്കുന്നത്? എന്താണ് ഈ സമരത്തിൻ്റെ ആകെ തുക? ഇല്ല, ഞാൻ ഇതിനെ കുറച്ചും കൂടെ പെരുപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും വലിയ കുംഭകോണമാണ് ഈ ലോ അക്കാഡമി. ഞാൻ ഇപ്പോഴാണ് അത് പഠിച്ചത്. എന്താ കാരണം അറിയോ? നമ്മളെല്ലാം മനസ്സിലാക്കിയിരുന്നത് സ്വയാശ്രയം എന്ന സംഭവം ഈ 10-15 കൊല്ലമായിട്ട് മാത്രമുള്ളതാണെന്നും ആദ്യമായിട്ട് കേരളത്തിലൊരു സ്വയാശ്രയ സഹകരണത്തിന് കൊടുത്തിട്ടുണ്ട്. MESന് കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജ് 50-50 എന്നുള്ള കൊടുക്കുന്നതാണ്. പക്ഷെ നമ്മളിപ്പോൾ രേഖകൾ പഠിക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർക്ക് മാത്രമായിട്ട്, അവരൊരു സംഘടനയല്ല, അവരൊരു സമുദായത്തെയും പ്രതിനിധാനം ചെയ്യുന്നില്ല. ആ കാലഘട്ടത്തിൽ ഇവിടുത്തെ കോളേജുകൾ മുഴുവൻ എയ്ഡഡായിരുന്നു. എയ്ഡഡ് അല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അൺഎയ്ഡഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഒരു പ്രൈവറ്റ് കോളേജ് അനുവദിക്കുന്നു. അതൊക്കെ അനുവദിച്ചോട്ടെ, കുഴപ്പമില്ല, ഞാൻ അതിനെതിരെ പറഞ്ഞില്ല. പക്ഷേ പിന്നീട് അവർക്ക് നഗര മധ്യത്തിൽ 13 ഏക്കർ പതിച്ചു നൽകുന്നു. അത് 2 കൂട്ടർ ഗവൺമെന്റുകളുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാർ അതിന് ഉത്തരവാദികളല്ല. അതിനുശേഷം ഇവിടെ വലിയ സമരം നടക്കുന്നു. ആ സമരം ഡയറക്റ്റ് പേയ്മെന്റ് അഗ്രിമെന്റ് എന്നുള്ള സമരത്തിൽ നടത്തിക്കൊണ്ട് 1973-74 ഒരു ഒത്തുതീർപ്പുണ്ടാവുന്നു. അതിലും ഇവർ പങ്കെടുക്കുന്നില്ല. അതിനുശേഷം സ്വയാശ്രയ പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം പല സമരങ്ങളുണ്ടാവുന്നു. പലതവണ സർക്കാരായിട്ട് ചർച്ച നടത്തുന്നു. അഡ്മിഷനെ പറ്റി തർക്കമുണ്ടാവുന്നു. അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിയിൽ കാര്യങ്ങളും അവിടെ ഒന്നും ഈ സ്ഥാപനം വരുന്നില്ല. ഇനി അടുത്തത്, ഈ സ്ഥാപനത്തിന്റെ ട്രസ്റ്റീസ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ വിചക്ഷണമൊന്നുമല്ല. അവർ ആദ്യം പറഞ്ഞിരുന്നത് ഗവർണറും മുഖ്യമന്ത്രിയും റവന്യൂ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഉണ്ടെന്നുള്ള. പിന്നെ അവരെല്ലാം കാണാതാവുന്നു. അതിനുശേഷം കാണാതായതിനു ശേഷം ഇതിന്റെ രേഖകൾ കാണാതാവുന്നു. ഏത് രേഖകൾ? ഭൂരേഖകൾ കാണാതാവുന്നു. പിന്നീട് നമ്മൾ അറിയുന്നത് ഇതിൽ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഉയരുന്നു. പിന്നീട് നമ്മൾ അറിയുന്ന യൂണിവേഴ്സിറ്റിയിലെ രേഖകൾ കാണാതെ പോകുന്നു. പ്രത്യേക ഒരു കുടുംബത്തിന്റെ കയ്യിലോട്ട് കാര്യങ്ങൾ പോകുന്നതൊക്കെയാണ്. അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സമരങ്ങളല്ല, സർക്കാർ ഇത് ഏറ്റെടുക്കണം. ഈ സ്ഥാപനം ഉടനെ സർക്കാരിന്റെ പണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ സ്ഥാപനം ഏറ്റെടുക്കലാണ്. അല്ല ഷിജു ഖാനും നമ്മുടെ കോൺഗ്രസ് KSUം കൂടെ തല്ലുപിടിക്കലല്ല അവിടെ വേണ്ടത്. അതൊരു വഴിക്ക് കൂടെ പോട്ടെ, അത് അവർ തീരുമാനിക്കേണ്ട മാറ്ററാണ്. പക്ഷെ ഞാൻ പറയുന്നത് ആണും പെണ്ണുമല്ലാത്തൊരു സ്ഥാപനം, ഇത് എയ്ഡഡ് മേഖലയിൽ പെട്ടതല്ല. എയ്ഡഡ് മേഖലയിൽ പെടാത്ത ഈ സ്ഥാപനം എങ്ങനെ സിൻഡിക്കേറ്റിൽ ഇവർക്ക് പ്രാതിനിധ്യം വരുന്നു? സ്വയാശ്രയ മേഖലയിലുള്ളവർക്ക് സിൻഡിക്കേറ്റിൽ പ്രാതിനിധ്യമില്ലല്ലോ. ഇവർക്ക് എങ്ങനെ ഇതിൽ പ്രാതിനിധ്യം വരുന്നു? ഇവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നു. എന്താണ് ഇവരുടെ അഡ്മിഷന്റെ മാനദണ്ഡം? ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഇവർക്ക് തോന്നിയവരെയാണ് ഇവർ അഡ്മിറ്റ് ചെയ്യുന്നത്. ഇവരുടെ ഫീസ് ആരും റെഗുലേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ വളരെ ശക്തമായിട്ട് ഈ ചാനലിൽ പറയാണ്, ഈ തർക്കം ലക്ഷ്മി നായർ നീരാട്ടിന് പോയോ, അവർ പൊന്നാപുരം കോട്ടയിൽ കുളിക്കുന്ന മാതിരി ഫോട്ടോ അതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്, ഏത് വീഡിയോയിൽ കാണിക്കുന്നത്. അതിൽ പൊന്നാപുരം കോട്ടയാണോ അല്ലേ മനസ്സിലായില്ല. അത് അവർക്ക് ഔചിത്യബോധം വേണം. പൊന്നാപുരം കോട്ട ശൈലിയിൽ കയറി കുളിച്ചിട്ട് അതിൽ TV-യിലിടാനായിട്ട്. അതല്ല ഇഷ്യൂ കിടക്കുന്നത്. വമ്പിച്ചൊരു കുംഭകോണം ഇതിന്റെ പിന്നിൽ, ഈ സ്ഥാപനത്തിന്റെ പിന്നിൽ. അത് 10-40 താങ്കൾ പറഞ്ഞ ഈ വിഷയമുണ്ട്. ആ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ആ വിഷയത്തിലേക്ക് നമുക്ക് വരികയും ചെയ്യാം. ഇവിടെ ഞാൻ ചോദിച്ചത്, ഇപ്പോഴിവിടെ ഷിജു ഖാൻ നിരത്തിയ കുറേ കാര്യങ്ങളുണ്ട്. വിദ്യാർത്ഥികളുടെ മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കപ്പെട്ടു.
പ്രിൻസിപ്പൽ തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞു. അത് മാനേജ്മെന്റ് ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. ഇതുവരെ ഉന്നയിക്കപ്പെട്ട എല്ലാ ആരോപണങ്ങളിലും തീരുമാനമുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ SFI ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയിൽ ഈ സമരത്തിൻ്റെ വിജയത്തിനായി നിലകൊള്ളുകയും ഒടുവിൽ ആ വിജയം കയ്യിൽ വാങ്ങുകയും ചെയ്തു എന്ന അവകാശവാദമാണ് ഷിജു ഖാൻ ഉള്ളത്. താങ്കൾക്കറിയാം, ദലിത് പീഡനം, കോളേജിൻ്റെ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന സംശയങ്ങൾ, ഭൂമി ഇടപാടിൽ താങ്കൾ പറഞ്ഞതുപോലെ നിലനിൽക്കുന്ന ആശയക്കുഴപ്പം, ഇങ്ങനെ ലോ അക്കാദമിയിലെ പ്രശ്നം കേവലം വിദ്യാർത്ഥികൾക്ക് നേരെ ഒരു പ്രിൻസിപ്പാൾ നടത്തിയ പീഡനം എന്നതിനപ്പുറത്തേക്ക് സർക്കാരിന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന നിലയിലേക്ക് വലിയ ഗൗരവമുള്ള മാനത്തിലേക്ക് മാറുമ്പോൾ SFI ഉണ്ടാക്കിയ ഈ ഒത്തുതീർപ്പ് ഫോർമുല സമരത്തിൻ്റെ വിജയമായി കാണാൻ കഴിയുമോ? സമരം SFIയോ KSU ഉണ്ടാക്കിയത് ഒരു പ്രത്യേക ആയിട്ടുള്ള അവകാശങ്ങൾ വെച്ചുകൊണ്ട്, അതിൽ ഈ ഭൂമി ഇടപാട് കാര്യമോ അഫിലിയേഷൻ കാര്യമോ ഒക്കെ നമ്മളെന്ന് ഇപ്പോഴല്ലേ പഠിച്ചത്. ഞാൻ സ്വയാശ്രയ മേഖലയിൽ ഏറ്റവും അധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതാണ് ഞങ്ങൾക്ക് ഒന്നും അറിയില്ലല്ലോ ഈ കാര്യത്തെ പറ്റിയിട്ട്. ഇതിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഷിജു ഖാൻ അറിയാൻ സാധ്യതയില്ല, നമ്മുടെ കോൺഗ്രസിന്റെ സുഹൃത്തിനും അറിയാം. ഇതൊക്കെ പതുക്കെ പൊറോട്ടും ഇത് വന്നിട്ടുള്ളതാണ്. മാത്രമല്ല അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ നമ്മൾ നോക്കണ്ട. കാരണം ഒരു ഭാഗത്ത് ഭൂമി പാട്ടത്തിന് നൽകിയിട്ടുണ്ടെങ്കിൽ UDF LDF നൽകിയിട്ടുണ്ടെങ്കിൽ പിന്നീട് UDF അത് ഭൂമി ഇതാക്കി പതിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഒരുപാട് ഭൂമികൾ പലർക്കായിട്ട് പതിച്ചു നൽകിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണ്, പതിച്ചപ്പോൾ ഞാനത് പറഞ്ഞു, ഞങ്ങൾ വേറെ ആംഗിളിലാണ് ഈ കാര്യത്തെ കാണുന്നത്. ഇവർ കാണുന്ന ആംഗിളിൽ ആകെ ഇത്ര വിഷയത്തിലല്ലേ ഉള്ളൂ. മാറി നിൽക്കാൻ പറയുന്നതും രാജിവെക്കാൻ പറയുന്നതും എന്ന് പറഞ്ഞാൽ ടെമ്പറലി സസ്പെൻഡ് ചെയ്തതിന് തുല്യമാണ് മാറി നിൽക്കാൻ പറയുന്നത്. അത് പിന്നെ ഏതൊരു കാര്യമായിട്ടുണ്ടെങ്കിൽ അതൊരു അന്വേഷണം വെച്ച് അന്വേഷണത്തിന്റെ തെളിവിനനുസരിച്ചിട്ടാണ് നമുക്കൊരു പ്രിൻസിപ്പളെയോ അല്ലെങ്കിൽ നമുക്കൊരു പ്രൊഫസറെയോ അല്ലെങ്കിൽ ഒരു അധ്യാപകനെ നമുക്കൊരു കമ്മിറ്റി വെച്ച് സസ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അതിനൊരു അന്വേഷണം വെച്ച്, അല്ലാതെ നമുക്ക് നാളെ രാവിലെ നിങ്ങൾ ഇറങ്ങിപ്പോകുന്ന പറയാൻ ഒരു പ്രിൻസിപ്പളോട് നമുക്കായിരിക്കും പറയാനായിട്ട് പറ്റില്ല. അതിന് ചട്ടങ്ങളുണ്ട്, അതിന് യൂണിവേഴ്സിറ്റി ചട്ടമുണ്ട്, സർക്കാരിൻ്റെ ചട്ടങ്ങളുണ്ട്. അപ്പോൾ അതല്ല ഇഷ്യൂ. അതിപ്പോൾ അവർ തമ്മിലായിട്ട് എങ്ങനെയാണ് ഇതിനെ വിജയമാണോ അതിന് പരാജയമാണോ അതോ പിന്നിന്ന് കുത്തിയോ അത് പുറയുന്ന കുത്തിയോ എന്നൊക്കെ അവർ തമ്മിൽ തീരുമാനിക്കേണ്ട. പക്ഷെ ഞാൻ പറയുന്നത് വിഷയം ഇവിടെ വെച്ച് അവസാനിക്കരുത്. വിദ്യാർത്ഥി സമരം മുന്നോട്ട് തന്നെ പോകണം. കാരണം വിദ്യാർത്ഥി സമരം എന്ന് പറയുമ്പോൾ ഞാൻ വരാം. AS അഖിൽ, ABVPയുടെ സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി അഖിൽ, ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒത്തുതീർപ്പ് ഇതൊരു സർക്കാർ മാനേജ്മെന്റ് ഒത്തുതീർപ്പ് നാടകമാണെന്നും SFI അതിൽ ചട്ടുകമാക്കപ്പെട്ടുവെന്നും നിങ്ങൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് സർക്കാരും മാനേജ്മെന്റും തമ്മിലുള്ള ഒത്തുകളിയും SFIക്കാർ ഇതിൻ്റെ മീഡിയേറ്ററായിട്ട് ഇടനിലക്കാരനായിട്ട് ഇവിടെ നിൽക്കുകയുമാണ് ചെയ്ത ഒരു സാഹചര്യമാണ് കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ 30 വെള്ളിക്കാശിന് യൂദാസ് യേശുക്രിസ്തുവിനെ ഒറ്റിയതുപോലെയാണ് ലോ അക്കാഡമിയിലെ വിദ്യാർത്ഥികളെ ഇന്ന് SFIക്കാർ ഒറ്റുകൊടുത്തിരിക്കുന്നത്. അവർ മുന്നോട്ട് വച്ച സമരം വിജയിച്ചു എന്നതിൻ്റെ ആഹ്ലാദപ്രകടനവും ഇൻകുലാബും മുഴക്കിയിട്ടാണ് ഇന്ന് SFIക്കാർ ലോ അക്കാഡമിയിൽ നിന്നും സമരപ്പന്തൽ പൊളിക്കുകയും അവരുടെ ഫ്ലെക്സ് ബോർഡുകൾ എടുത്തു മാറ്റി പോവുകയും ചെയ്തത്. അവർ ഏത് മുദ്രാവാക്യമാണ് ഉയർത്തിയത്, അല്ലെങ്കിൽ അവർ ഉയർത്തിയ ഏത് മുദ്രാവാക്യമാണ് അംഗീകരിക്കപ്പെട്ടത് എന്ന് ഇന്ന് SFIയുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഷിജു ഖാൻ ഈ കേരളത്തിൻ്റെ സമൂഹത്തോട് പറയാൻ തയ്യാറാകണം. ഈ വിദ്യാഭ്യാസ മന്ത്രി പരാജയപ്പെട്ട ഈ സാഹചര്യം, സിൻഡിക്കേറ്റ് പരാജയപ്പെട്ട സാഹചര്യം, ലക്ഷ്മി നായർ രാജിവെക്കണം, ഈ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ രാജിവെക്കണമെന്ന് ഒരു സാഹചര്യത്തിലും ഒരു പേപ്പർ കടലാസിൽ പോലും എഴുതി ഈ കോളേജിൻ്റെ ചുമരിലൊട്ടിക്കാൻ തയ്യാറാകാത്തവരാണ് SFIക്കാർ. ഇന്ന് ഈ മീഡിയ വൺ ചാനലടക്കം കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഇവിടെ റിപ്പോർട്ടിന് വന്നു. ഇവിടെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെയും ഫ്ലെക്സ് ബോർഡുകളുണ്ട്, ബാനറുകളുണ്ട്, കൊടിതോരണങ്ങളുണ്ട്. അവിടെയെല്ലാം അവരെഴുതി ഉന്നയിച്ചു വെച്ചിട്ടുള്ള ആവശ്യം പ്രിൻസിപ്പാൾ രാജിവെക്കണമെന്നാണ്. SFIയുടെ സമരപ്പന്തലുണ്ടായിരുന്നു. SFIയുടെ സമരപ്പന്തലിൻ്റെ സൈഡിൽ പോലും പ്രിൻസിപ്പാൾ രാജിവെക്കണമെന്ന ഒരു മുദ്രാവാക്യം അവർ എഴുതി വെച്ചിട്ടില്ല. അങ്ങനെ എഴുതി വയ്ക്കാത്ത തരത്തിലേക്കാണ് SFIയുടെ സമരം മുന്നോട്ട് പോയത്. SFI യൂദാസിനെ പോലെ ഈ ലോ അക്കാഡമിയിലെ വിദ്യാർത്ഥികളെ പറ്റിക്കുകയാണ് ചെയ്തത്. യൂദാസിനെ പോലെ ഈ ലോ അക്കാഡമിയിലെ വിദ്യാർത്ഥികളെ ഒറ്റുകൊടുക്കുകയാണ് ചെയ്തത്. മാനേജ്മെന്റിന്റെ ഇടനിലക്കാരനായിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിലെ SFI സംഘടനയും സർക്കാരിന്റെ പിടിയാളായിട്ട് ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ട് പിന്മാറേണ്ടി വന്നു എന്നതാണ് ABVPക്ക് പറയുവാനുള്ളത്. ഈ സമരം, വിദ്യാർത്ഥി ഐക്യത്തിന്റെ സമരം, അത് വിജയത്തിലേക്കുള്ള സമരമാണ്. ചരിത്രത്തിന്റെ പുസ്തകങ്ങളിൽ സ്വർണ്ണലിപിയിൽ എഴുതി വയ്ക്കാൻ പോകുന്ന സമരത്തിന്റെ വിജയം ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം ഇവിടെ കാണാൻ പോവുകയാണ്. വിദ്യാർത്ഥി ഐക്യം ഒരുമിച്ചാണ് ഈ ലോ അക്കാഡമിയിലെ വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടത്തിന്റെ സമരപാതയിൽ വിദ്യാർത്ഥി ഐക്യത്തിനോടൊപ്പം ABVPയുടെ സമുന്നതരായിട്ടുള്ള സംസ്ഥാന ഭാരവാഹികളടക്കമുള്ളവർ ഈ സമരപ്പന്തലിലുണ്ട്. സമരത്തിന്റെ വിജയം കണ്ടു. ഞാൻ വരാം. ലോ അക്കാദമി വിദ്യാർത്ഥിനി അഞ്ജിത
നിങ്ങൾ മുന്നോട്ട് വെച്ച മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കപ്പെട്ടോ? ഈ സമരം ഒരു വിജയമാണോ? ഞങ്ങൾ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യം പ്രിൻസിപ്പൽ രാജിയായിരുന്നു. അത് ഇപ്പോഴും ഞങ്ങൾക്ക് വ്യക്തമല്ല. ഒരു വെള്ളക്കടലാസ് കാണിച്ച് പ്രിൻസിപ്പൽ 5 വർഷത്തേക്ക് മാറി നിന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പാടുണ്ട്. കാരണം 21 ഗവേണിംഗ് ബോഡി മെമ്പേഴ്സ് ഉള്ള അക്കാദമി മാനേജ്മെന്റിൽ 5 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ട്. അതിൽ 4 പേരാണ് അതിൽ സൈൻ ചെയ്തിരിക്കുന്നത്. ഈ രാജിവെക്കുന്ന ലക്ഷ്മി നായരുടെ ഒരു സൈനോ കോളേജ് സീലോ ഒന്നും ഞങ്ങൾക്ക് അതിൽ കാണാൻ സാധിച്ചില്ല. ഞാനൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആളല്ല. ഞാൻ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് SFI സമരപന്തലിൽ ഇല്ല. ഇന്ന് SFI അവർ വിജയിച്ചു എന്ന് പറഞ്ഞാൽ അവർ പോയി. എനിക്ക് എന്താ പറയുക, ഇതൊരു വിജയമായിട്ട് കാണുന്നില്ല. ഈ സമരം തുടങ്ങി 4 ദിവസത്തിനുള്ളിൽ തന്നെ മാനേജ്മെന്റ് ഇത്തരം ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് ഞങ്ങളോട് പറഞ്ഞതാണ്. പക്ഷേ ഞങ്ങൾ പ്രധാന ആവശ്യം പ്രിൻസിപ്പൽ രാജിവെക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. 5 വർഷത്തെ രാജിവെച്ചു. 5 വർഷം കഴിഞ്ഞ് അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതന്നെ ചെയ്യാന്നല്ല അതിനർത്ഥം. ഞാൻ വരാം. ഷിജു ഖാൻ, മീഡിയ 1 നൽകിയ റിപ്പോർട്ട് ഏകപക്ഷീയമല്ല എന്ന് ഷിജു ഖാൻ ഇപ്പോൾ മനസ്സിലായല്ലോ. നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽപ്പെട്ടവർക്കാണ് നിങ്ങളെക്കുറിച്ച് എതിരഭിപ്രായമുള്ളത്. അവരാണ് ഇപ്പോഴും സമരത്തിന്റെ പാതയിലുള്ളത്. AISFനെ പോലും നിങ്ങൾ നേടിയെടുത്ത വിജയം ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. CPMന്റെ മുതിർന്ന നേതാവ് VS അച്യുതാനന്ദനെ പോലും നിങ്ങൾ ഈ നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയുടെ വിജയം എന്താണെന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിക്കാൻ കഴിഞ്ഞിട്ടില്ല. വിവാദമായി നിൽക്കുന്ന ഭൂമി പ്രശ്നം, ദളിത് പീഡനം, കോളേജിന്റെ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു എന്ന ഗുരുതരമായ ആരോപണങ്ങൾ ലോ അക്കാദമിക്കെതിരെ നിലനിൽക്കുമ്പോൾ താങ്കൾ ഒരു ടെലിവിഷൻ ചർച്ചയിൽ വന്നിരുന്ന് എല്ലാം വിജയിച്ചു എന്ന് 2 കഷ്ണം കടലാസ് എടുത്തു വെച്ച് കാണിച്ചാൽ അതെല്ലാം എല്ലാവരും അംഗീകരിച്ച് തരണമെന്ന് നിർബന്ധം പിടിക്കരുത് ഷിജു ഖാൻ. ഈ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് പിന്നിൽ ചില കള്ളക്കളികൾ നടന്നിട്ടുണ്ടെന്ന ആരോപണം ഉയർന്നു വരുന്നത് ഇത്തരം സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അല്ല, BRM ഷഫീറും AS അഖിലും അതുപോലെ KR ഗോപികൃഷ്ണനും ഒക്കെ സംസാരിക്കുന്നത് ഒരേ ഭാഷയാണ്. അതുകൊണ്ടാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ റിപ്പോർട്ട് ഏകപക്ഷീയമാണെന്ന് ഞാൻ പറഞ്ഞത്. ഷിജു ഖാന്റെ ഭാഷ സംസാരിക്കാനല്ല ഞാൻ ഈ ചർച്ച നടത്തുന്നത്. അല്ല, ഗോപികൃഷ്ണൻ ഇഷ്ടമുള്ള മറുപടി പറയാനല്ല ഞാൻ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. എനിക്ക് പറയാൻ അറിയാം. ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ഭൂമിയുടെ വിഷയം ഉയർത്തി, ദളിത് വിഷയം ഉയർത്തി, അതുപോലെ തന്നെ മറ്റ് ഒട്ടേറെ പ്രശ്നങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അതെല്ലാം പൊതുസമൂഹവും ഗവൺമെന്റും വളരെ ഗൗരവത്തോടെ കാണണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. പക്ഷേ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ 5 സംഘടനകൾ കേരള സർവകലാശാലയ്ക്ക് കൊടുത്ത ആദ്യത്തെ പരാതിയിൽ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെടുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് ലക്ഷ്മി നായർ രാജിവെക്കണം പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന മുദ്രാവാക്യം നിങ്ങൾ ഉയർത്തിയിട്ടുണ്ടോ ഷിജു ഖാൻ? നിങ്ങൾ ഉയർത്തിയിട്ടുണ്ടോ അങ്ങനെ ഒരു മുദ്രാവാക്യം? നിങ്ങളുടെ ആവശ്യമായിരുന്നു അത്? ഉണ്ട് ഗോപികൃഷ്ണൻ. നിങ്ങൾ ഈ ടെലിവിഷൻ ചാനൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളല്ലേ? ഇന്നലെയും മെനഞ്ഞാന്നും കഴിഞ്ഞ 10-20 ദിവസമായി SFIയുടെ ഭാരവാഹികൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ ലക്ഷ്മി നായർ രാജിവെക്കണമെന്ന്. നിങ്ങൾ അതിനെ കള്ളം പറയുന്നത്? അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്ന് കള്ളം പറയരുത്. ആര് പറഞ്ഞു ഉന്നയിച്ചിട്ടില്ല? നിങ്ങൾ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു ഷിജു ഖാൻ. നിങ്ങൾ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. നിങ്ങൾ ലക്ഷ്മി നായർ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ലക്ഷ്മി നായർ രാജിവെക്കാമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ലക്ഷ്മി നായർ രാജിവെക്കാമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാമെന്ന് ഡയറക്ടർ പറയുമ്പോൾ തന്നെ അത് നിയമപരമായി ചാലഞ്ച് ചെയ്യാനുള്ള അധികാരം അവർക്ക് ഉണ്ട്. നിങ്ങൾ ഇതിനൊരു വലിയ വിജയമായി ഉയർത്തിക്കാട്ടുന്നു. ഗോപികൃഷ്ണൻ, നിങ്ങൾ സാങ്കേതികതയെയും നിയമത്തെയും നിങ്ങൾക്ക് അടിസ്ഥാന ധാരണയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാറ്റി നിർത്താൻ, നീക്കം ചെയ്യാൻ തീരുമാനിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അവർ 5 വർഷത്തേക്ക് തൽസ്ഥാനത്ത് ആ ക്യാമ്പസിൽ ഉണ്ടാവുകയില്ലെന്നല്ലേ? 5 വർഷത്തേക്ക് ഡീബാർ ചെയ്യാൻ സർവകലാശാല തീരുമാനിക്കുമ്പോൾ 5 വർഷം ഇനി അവിടെ 1-ാം വർഷം ചേർന്ന വിദ്യാർത്ഥി 5 വർഷം കഴിയുമ്പോഴും ആ കുട്ടികളെ പീഡിപ്പിക്കാൻ, ചൂഷണം ചെയ്യാൻ, ഇന്റേണലിന്റെ പേരിൽ പേട്ടയാടാൻ ആ പ്രിൻസിപ്പലിന് അധികാരമില്ല ഗോപികൃഷ്ണ. അതല്ലേ ഈ സമരത്തിന്റെ വിജയം? വേണ്ടിയും നിങ്ങളുടെ ചർച്ച നയിക്കരുത്. അഡ്വക്കേറ്റ് BRM ഷഫീർ. അല്ല, ഞാൻ സത്യത്തിൽ ഷിജു ഖാനെ ഈ ആത്മരോഷത്തെ ഞാൻ സത്യത്തിൽ കാണുമ്പോൾ എനിക്ക് തമാശ തോന്നുന്നത്. കാരണം എന്തറിയോ, ഷിജു ഖാനെ പോലുള്ള SFIക്കാർക്ക് ഇന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂല. നിങ്ങൾക്കറിയോ, ഇന്ന് ഈ സമരം വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് SFIക്കാർ പ്രകടനം നടത്തുമ്പോൾ അഞ്ജിതയുടെ കൂട്ടുകാരികൾ ഉൾപ്പെടെയുള്ളവർ സമരപ്പന്തലിൽ നിന്ന് ഈ ബുക്കുകൾ ഇങ്ങനെ പൊക്കി കാണിച്ചുകൊണ്ട് കൂക്കി വിളിച്ചു. SFIയെ കൂക്കി വിളിച്ചുകൊണ്ട് അവർ പേരൂർക്കടയിൽ അവർ വിദ്യാർത്ഥികൾ ഒന്നടങ്കം കോളേജിന്റെ മുമ്പിൽ സമരമുഖത്ത് തുടർന്നു. ക്യാമ്പസുകൾക്കകത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ പറയുന്നു, ഈ സമരത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുന്നു. നേരത്തെ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്കറിയോ, നാളെ അവർ ചെയ്യാൻ പോകണമെന്നറിയോ? ലക്ഷ്മി നായർ പറയും, മാനേജ്മെന്റിന്റെ ഗവേണിംഗ് ബോഡി തീരുമാനമെടുത്തിട്ടില്ല, 21 അംഗ ട്രസ്റ്റ് തീരുമാനമെടുത്തിട്ടില്ല. എൻ്റെ അച്ഛനും എൻ്റെ സഹോദരൻ നാഗരാജനും
പിന്നെ അവിടുത്തെ ഒരു വക്കീലും കൂടെ ചേർന്നുകൊണ്ട് എഴുതിയ ഒരു വെള്ളക്കടലാസ് പേപ്പറാണ്. ഇതിന് നിയമസാധ്യതയില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്നെ റീഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി പറയും ഇതിനെന്ത് നിയമസാധ്യതയുള്ളത്? അവരോട് നിങ്ങൾ വിശദീകരണം ചോദിച്ചോ? ട്രസ്റ്റ് വിശദീകരണം ചോദിച്ചോ? ഷോക്കോസ് കൊടുത്തോ? അവരിത് എഴുതി വാങ്ങിയോ? അവരോട് സമ്മതം ചോദിച്ചോ? അവർ ഈ കരാർ അംഗീകരിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഉത്തരം കിട്ടുമ്പോൾ ഹൈക്കോടതി അവരെ റീഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ ഷിജു ഖാൻ പറയും അയ്യോ ഹൈക്കോടതി പറഞ്ഞതല്ലേ, ഹൈക്കോടതി തിരിച്ചു വെച്ചുപോയി, നിയമത്തിന്റെ വഴിക്ക് പോയി, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോടതി ധിക്കരിക്കാൻ പറ്റുമോ എന്ന് പറയാനുള്ള പഴുതാണ് ശ്രീ കോടിയേരി പറയട്ടെ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം. ആരാണ് കോലിയക്കോട് കൃഷ്ണൻ നായർ? ഈ ലക്ഷ്മി നായരുടെ കൊച്ചച്ഛന് നാരായണ നായർ സാറിന്റെ സഹോദരനാണ് പിന്നെ ശ്രീ കോലിയക്കോടൻ. കോലിയക്കോടൻ ഇന്ന് രാത്രിയും താമസിക്കുന്നത് ലോ അക്കാഡമിയിൽ ഫസൽ ഗഫൂർ സാർ പറഞ്ഞതുപോലെ അനധികൃതമായി ഇരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഭൂമിക്കകത്തുള്ള ക്വാർട്ടേഴ്സിലാണ് 35 കൊല്ലമായി കോലിയക്കോട് കൃഷ്ണൻ നായർ താമസിക്കുന്നത്. അതിനകത്തിരുന്നു കൊണ്ട് കോലിയക്കോടൻ കളിക്കുന്ന കളിക്കനുസരിച്ച് ഓലപ്പാമ്പിനനുസരിച്ച് നീങ്ങുന്ന SFIയോട് ഞങ്ങൾക്ക് ഒരു ഡോക്ടർ ഫസൽ ഗഫൂർ 21ാമത്തെ ദിവസമാണ് ഈ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. SFI ഷിജു ഖാനെ തെറ്റിദ്ധരിച്ചതാണ്. SFI പ്രിൻസിപ്പാൾ രാജിവെക്കണമെന്ന മുദ്രാവാക്യം മുഴക്കിയിരുന്നു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഷിജു ഖാനെ തെറ്റിദ്ധരിച്ചാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇവിടെ സിൻഡിക്കേറ്റ് ഉപസമിതി കാര്യങ്ങൾ അന്വേഷിക്കുന്നു. വിദ്യാർത്ഥികൾ ഉന്നയിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ശരിയാണെന്ന് സിൻഡിക്കേറ്റ് കണ്ടെത്തുന്നു. അത് സിൻഡിക്കേറ്റ് പാസ്സാക്കുന്നു, പ്രമേയം അവതരിപ്പിക്കുന്നു. പ്രമേയത്തിൽ സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കട്ടെ എന്ന് പറയുന്നു. സർക്കാർ ഈ കാണുന്ന ആലോചനകളെല്ലാം കഴിഞ്ഞ് ഈ കണ്ട പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിക്കപ്പെട്ട് സമരം അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തിയ ശേഷം ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് തിരിച്ച് സർവകലാശാലയ്ക്ക് അയച്ചു കൊടുത്തിരിക്കുന്നു ഉചിതമായ നടപടി സ്വീകരിക്കാൻ. ഇതെല്ലാം ശരിയായ രീതിയിലുള്ള പോക്കാണോ ഡോക്ടർ ഫസൽ ഗഫൂർ? അല്ല, ഞാൻ മനസ്സിലാക്കിയത്തോളം സാധാരണഗതിയിൽ സിൻഡിക്കേറ്റ് ആണല്ലോ ഇതിന് ആക്ഷൻ എടുക്കേണ്ടത്. കാരണം സർക്കാർ ശരിക്കും പറഞ്ഞാൽ സർക്കാരിന് സിൻഡിക്കേറ്റിന്റെ മുകളിൽ യാതൊരു തരത്തിലുള്ള അവകാശമല്ല. ഓട്ടോണോമസ് ബോഡിയല്ലേ യൂണിവേഴ്സിറ്റി. അപ്പോൾ യൂണിവേഴ്സിറ്റി തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ ഈ മാറ്ററിൽ യൂണിവേഴ്സിറ്റി ഒരു തീരുമാനം എന്തായാലും ഒരു കാര്യമുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വശങ്ങൾ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ മൊത്തത്തിൽ ഈ സംഭവം ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞല്ലോ, ആദ്യം തൊട്ടിട്ട് ഈ ലോ അക്കാഡമി എന്നുള്ള സംഭവം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും വലിയൊരു കുംഭകോണമായിട്ട് തന്നെ നിൽക്കുകയാണ്. നിർഭാഗ്യവശാൽ ഇതിനെ നമ്മൾ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. അതിന്റെ പുറകിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്ന അപ്പുറത്തെ വശത്തുള്ളവരും ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്, ഇപ്പുറത്തെ ഭാഗത്തുള്ളവരും ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ള എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അത് ശ്രീ കെ കരുണാകരന്റെ കാലഘട്ടത്തിലാണ് ഭൂമി പതിച്ചു നൽകിയെന്നാണ്. അത് ശ്രീ ഷഫീർ പറയും അതിനെ പറ്റിയിട്ട്. അച്യുതന്റെ കാലത്തിൽ അത് പിന്നെ 6 കൊല്ലത്തേക്ക് ആക്കി കൊടുത്തു. അത് സ്ഥിരമായിട്ട് പതിച്ചു കൊടുത്തു. പക്ഷെ പതിച്ചു കൊടുത്തത് ഗവർണർ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി, ലീഗൽ അഡ്വൈസർമാർ, ഹൈക്കോടതിയിലെ 3 ജഡ്ജിമാർ അടങ്ങുന്ന ട്രസ്റ്റിനാണ്. ആ ട്രസ്റ്റിന് പതിച്ചു കൊടുത്ത ഭൂമിയെ ട്രസ്റ്റിന്റെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രത്യേക താല്പര്യമില്ല. അത് ഷെഫീറിന്റെ പാർട്ടി ശ്രീ കെ കരുണാകരന്റെ കാലത്ത് പതിച്ചു കൊടുത്തു, MN ഗോവിന്ദൻ നായർ കൊടുത്തു. അതിനുശേഷം CH ഉമ്മയുടെ കാലത്ത് പാട്ടം നീട്ടിക്കൊടുത്തു. കെ കരുണാകരൻ പതിച്ചു കൊടുത്ത ഭൂമിയെ കുറിച്ച് CPIM-നെയോ SFIയെയോ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? നിങ്ങളെ ഷെഫീറിന്റെ മറുപടി ഷെഫീറിനെ രാഷ്ട്രീയവൽക്കരിക്കുകയല്ലേ? കോൺഗ്രസിനും BJPക്കും ഈ സമരം അവസാനിപ്പിക്കാൻ താല്പര്യമില്ല. ഞാൻ പറയട്ടെ, കോൺഗ്രസിനും BJPക്കും ഇതിനൊരു രാഷ്ട്രീയ സമരമാക്കി കൊണ്ടുപോകണം. കുട്ടികൾ ക്ലാസ്സിൽ കയറണ്ട, അധ്യയനം മുടക്കണം, സമരം അവസാനിപ്പിക്കണ്ട. നിങ്ങൾ ഇപ്പോൾ മാറി നിന്നാലും ഞങ്ങൾ സമരം തുടരും എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും അംഗമല്ലാത്ത, ഒരു വിദ്യാർത്ഥി സംഘടനയിലും അംഗമല്ലാത്ത അഞ്ജിത വിദ്യാർത്ഥിനി ഈ ചർച്ചയിൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അഞ്ജിത, എന്താണ് ഇന്നിപ്പോൾ SFI ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു പരിഹാരം കണ്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടായ ഒരു ഫീൽ? നിങ്ങൾ ഇതിൽ എന്ത് സംഭവിച്ചു എന്നാണ് കരുതുന്നത് അഞ്ജിത? അഞ്ജിത പറയട്ടെ. ഞങ്ങൾ ഈ സമരം തുടങ്ങിയത് ഇന്ന് സാറേ എനിക്ക് പറയാൻ അവസരം തരൂ. അഞ്ജിതയ്ക്കാണ് ഇനി പറയാനുള്ള അവസരം. ഞങ്ങൾ ഈ സമരം തുടങ്ങിയത് ഞങ്ങൾക്ക് സേഫ് ആയിട്ട് ഇവിടുന്ന് പോവാനല്ല. വരുന്ന സഹോദരിമാരും വരുന്നുണ്ട്, അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം തുടങ്ങിയത്. 5 വർഷത്തേക്ക് ചിലപ്പോൾ പ്രിൻസിപ്പൽ മാറി നിന്നാൽ ഞങ്ങൾക്ക് സേഫ് ആയിട്ട് ഇവിടുന്ന് പോകാൻ പറ്റുമായിരിക്കും, ഞങ്ങൾ ഉപദ്രവിക്കില്ലായിരിക്കും. അതിൽ ഞങ്ങൾക്ക് യാതൊരു ഉറപ്പില്ല. ഒരു സേ വാങ്ങിച്ച് അവർ തിരിച്ചു വരാവുന്നേ ഉള്ളൂ. പൂർണ്ണമായിട്ട് മാറ്റി നിർത്തുമെന്ന് ഇവിടെ ഒരാളും പറഞ്ഞിട്ടില്ല.
അല്ല, രാജിവെക്കണമെന്ന ആവശ്യമായിരുന്നു SFI ഉന്നയിച്ചിരുന്നത്. അവർ 5 വർഷത്തേക്ക് മാറ്റി നിർത്താം, ക്യാമ്പസിൽ അവർ പ്രവേശിക്കില്ല, അധ്യാപനത്തിൽ അവരുണ്ടാകില്ല, ഫാക്കൽറ്റി ആയിരിക്കില്ല എന്ന് വ്യക്തമാക്കിയാൽ പിന്നെ എന്താണ് അതിലൊരു സംശയം അവശേഷിക്കുന്നതെന്നാണ് ഷിജു ഖാൻ ചോദിച്ചത് ഈ ചർച്ചയിൽ. എന്ത് വ്യക്തത? ഞങ്ങൾക്കൊരു വ്യക്തതയില്ല ഈ കാര്യത്തിൽ. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം ഒരു വെള്ളക്കടലാസ് ഒപ്പിട്ട് കാണിച്ചിട്ട് പറയുവാണ് പ്രിൻസിപ്പൽ 5 വർഷത്തേക്ക് മാറി നിൽക്കുവാണ്. 5 വർഷം എന്ന് പോലും പറഞ്ഞിട്ടില്ല. എന്റെ കയ്യിലിരിപ്പുണ്ട്. 5 വർഷം എന്ന് പോലും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് പറഞ്ഞേക്കുവാണ് പ്രിൻസിപ്പൽ മാറി നിൽക്കാൻ പോവുകയാണെന്ന്. ഞങ്ങൾക്ക് എന്ത് ഉറപ്പുള്ളത്? ഇനിയിപ്പോൾ 5 വർഷം മാറി നിന്നു തന്നെ ഇരിക്കട്ടെ, തിരിച്ചവർക്ക് വന്ന് വീണ്ടും ഇതേപോലെ ദളിത് വിദ്യാർത്ഥികളെ ഉപദ്രവിക്കാം, വീണ്ടും ജാതി പേര് വിളിക്കാം എന്നല്ല അതിന്റെ അർത്ഥം. ഇത്രയും ഒഫൻസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പൽ പൂർണ്ണമായിട്ട് മാറിക്ക വേണം. അഞ്ജിത, ഈ സമരത്തിലുടനീളം നിങ്ങൾ തുടങ്ങി, പിന്നീട് ABVPയും KSUവും ഒക്കെ ഏറ്റെടുത്ത് ഒടുവിൽ SFI സമരരംഗത്ത് വന്നു. ഈ സമരത്തിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന നിങ്ങളുടെ സഹപാഠികളായ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന SFI എന്ന വിദ്യാർത്ഥി സംഘടന ഇപ്പോഴെടുത്തിരിക്കുന്ന ഈ നിലപാട്, ഈ ഒത്തുതീർപ്പ്, ഇതിലെവിടെയാണ്, എന്തുകൊണ്ടാണ് നിങ്ങളെ അവർ വഞ്ചിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നത്? വഞ്ചിക്കുന്നു എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി പക്ഷത്ത് നിന്നിട്ടല്ല അവർ തീരുമാനം എടുത്തിരുന്നത്. ലോ അക്കാദമിയിലെ സ്റ്റുഡൻസിനെ അറിയുന്ന ഒരു സംഘടന ആയിരുന്നുവെങ്കിൽ ഇന്ന് അവർ ആ സമരം നിർത്തി പോകത്തില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ 5 വർഷം മാറി നിൽക്കുന്നത് അതിൽ ഒരു ഉറപ്പുമില്ല. പറയട്ടെ, എന്ത് ഉറപ്പാണ് അതിലുള്ളത്? ഒരു വെള്ളക്കടലാസിൽ എഴുതിയിട്ട് പറയാണ് പ്രിൻസിപ്പൽ 5 വർഷം മാറി, 5 വർഷം ഒന്നും ഇല്ല അതിനകത്ത്, മാറി നിൽക്കുവാണെന്ന് പറഞ്ഞു. അതിലൊരു സീലില്ല, ഈവൻ പ്രിൻസിപ്പളെ സൈൻ പോലും ഇല്ല. 4 പേര് ഒപ്പിട്ടിട്ട് പറയുകയാണ് പ്രിൻസിപ്പൾ മാറിക്കണം. എന്ത് ലീഗൽ വാലിഡിറ്റി ഉള്ളത്? അവർക്ക് ഇവരുടെ സ്വഭാവം ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് പറയാണ് നാളെ ഇവർ ഇതും കൊണ്ട് ചാലഞ്ച് ചെയ്തിട്ട് വരും, ഞാനിത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തായി? എന്ത് ഉറപ്പാണ് ഞങ്ങൾക്കുള്ളത്? പിന്നെ ഞങ്ങൾ 5 വർഷത്തേക്ക് ഇനിയിപ്പോ എല്ലാ രീതിയിലും അവര് ഒരു രേഖ കൊണ്ടുവരാണെന്ന് തന്നെ വിചാരിക്കട്ടെ. 5 വർഷത്തേക്ക് മാറി നിൽക്കാനല്ല ഞങ്ങൾ ഈ സമരം തുടങ്ങിയത്. ഗോപികൃഷ്ണ, ശ്രീ BRM ഷഫീറിനോടൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ കുറച്ചുകൂടി മാന്യവും സംസ്കാര സമ്പന്നവുമായ ഭാഷ ഉപയോഗിക്കാൻ പറയണം. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ട് വരട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, അത് ചർച്ചയുടെ ഒരു സ്പിരിറ്റായി എടുത്താൽ മതി. വന്നു അതില് അല്ല, അങ്ങനെയല്ല, സംസ്കാര സമ്പന്നമായ ഭാഷ ഉപയോഗിക്കണം. മോശം ഭാഷ ഉപയോഗിക്കാൻ പാടില്ല. സംസ്കാര സമ്പന്നമായ ഭാഷ ഉപയോഗിക്കണം. ഇനി ഞാൻ ഗോപികൃഷ്ണ ഞാൻ പറയട്ടെ, ഗോപികൃഷ്ണ അതല്ല ഗോപികൃഷ്ണ, ഞാൻ പറയുന്നത് ഈ സമരം വളരെ ശക്തമായി ഉയർന്നു വരികയും ആ സമരം വിജയിക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ്, ആ സമരത്തിന്റെ വിജയം കൂടി, അതിന്റെ സന്തോഷം കൂടി രേഖപ്പെടുത്താനാണ് നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നത്. ഇവിടെ പിന്നീട് ABVPയുടെയും അതുപോലെ KSUവിന്റെയും ഒക്കെ ഭാഗങ്ങൾ ഇവിടെ വിശദീകരിക്കപ്പെട്ടു. ഈ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയതും ഇവിടുത്തെ മാനേജ്മെന്റുമായി ചർച്ച നടത്തിയതിനും അതിന്റെ നേതൃത്വം SFIക്കാണെന്ന് കണ്ടപ്പോൾ തോന്നിയ ഒരു അസൂയ, അതിൽ നിന്ന് ഉടലെടുത്തതാണ് ഷഫീറിന്റെ വാദം, അതിൽ നിന്ന് ഉടലെടുത്തതാണ് AS അഖിലിന്റെ വാദം. BJPയുടെ നേതാക്കന്മാർ അവിടെ നടത്തുന്ന നിരാഹാരം ഈ സമരത്തെ രാഷ്ട്രീയമായി ഗവൺമെന്റിനെതിരെ തിരിക്കുക എന്നാൽ ആർക്കാണ് അറിയാത്തത്? ഇനി ഞങ്ങൾക്ക് തന്ന ഈ 2 പേജ് കടലാസിന് വിലയില്ലെന്ന് പറഞ്ഞല്ലോ. ഞങ്ങളല്ലേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സമരം നടത്തി വിജയിപ്പിച്ചത്? ഞങ്ങളല്ലേ കേരള സർവകലാശാല റിസർച്ചേഴ്സിന്റെ സമരം നടത്തി വിജയിപ്പിച്ചത്? ഞങ്ങളല്ലേ MG സർവകലാശാല സമരം നടത്തി വിജയിപ്പിച്ചത്? 100 കണക്കിന് സമരങ്ങൾ, വിജയത്തിന്റെ ചരിത്രമുണ്ട് ഗോപികൃഷ്ണ ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം വിദ്യാർത്ഥികൾ ഒരു ഇടവേള അനിവാര്യമാണ്. ഒരു ഇടവേളയ്ക്ക് വേണ്ടി എന്റെ പ്രൊഡ്യൂസർ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. ഷിജു ഖാൻ, ഒരു ഒറ്റ കാര്യം, ലോ അക്കാദമി നിലനിൽക്കുന്ന ഭൂമി സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം ഗൗരവമുള്ളതാണല്ലോ. സർക്കാർ ഭൂമി കയ്യേറിയാണ് ഇതിന്റെ നടത്തിപ്പ് നടക്കുന്നതെന്ന കാര്യം ഗൗരവമുള്ളതാണല്ലോ. കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തി, ഗൗരവമുള്ള വിഷയമാണല്ലോ. കോളേജിന്റെ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശയക്കുഴപ്പം ഗൗരവമുള്ള വിഷയമാണല്ലോ. കോളേജിനകത്ത് പ്രിൻസിപ്പൽ നടത്തിയെന്ന് പറയുന്ന ദലിത് പീഡനം ഗൗരവമുള്ള വിഷയമാണല്ലോ. നിങ്ങൾ തുടർന്നും SFI ഒരു ഉത്തരവാദിത്തമുള്ള വിദ്യാർത്ഥി സംഘടന നിലയിൽ തുടർന്നും സമരത്തിന്റെ പാതയിൽ നിങ്ങൾ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമോ? ഷിജു ഖാൻ, പെട്ടെന്ന് മറുപടി പറയാൻ എനിക്കൊരു ഇടവേളയ്ക്ക് പോകണം, തിരിച്ച് ഞാൻ താങ്കളിലേക്ക് വരാം. ഗോപികൃഷ്ണ, ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട പരാതി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഗവൺമെന്റ് അത്തരത്തിൽ അന്വേഷണം നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇനി രണ്ടാമത്തെ, നിങ്ങൾ SC/ST അട്രോസിറ്റിയുമായി ബന്ധപ്പെട്ട കേസ്, അത് പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മൂന്നാമത്തെ കാര്യം, അവിടുത്തെ കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കുന്ന നിലപാട് തുടരുകയാണെങ്കിൽ അതിനെതിരെ ലോ അക്കാദമിയിൽ എന്നല്ല ഇന്ത്യയിൽ എവിടെയും ശക്തമായി പ്രതികരിക്കാൻ SFI ഉണ്ട്. ഗോപികൃഷ്ണ, അഡ്വക്കേറ്റ് BRM ഷഫീർ, SFI ഇതിൽ അവകാശപ്പെടുന്നത് അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു. വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളായ പ്രിൻസിപ്പാൾ രാജിവെക്കുക, അതോടൊപ്പം തന്നെ അവർക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ അത് ഇനി മേലിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവുക,
ഹാജർ നില പൂർണ്ണമായി പ്രസിദ്ധീകരിക്കുന്ന സ്ഥിതി ഉണ്ടാവുക, ഇന്റേണൽ അസസ്മെന്റ് മാർക്കിന്റെ കാര്യത്തിൽ സുതാര്യത ഉണ്ടാവുക, ഇങ്ങനെ വിദ്യാർത്ഥികൾ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്ന, അവരുടെ ആശങ്ക ഉയർത്തിയിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ കഴിഞ്ഞു എന്ന് വാദം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് SFI എന്ന വിദ്യാർത്ഥി സംഘടന ഈ സമരം ഒരു വിജയമായിരുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത്. അവിടെ പ്രിൻസിപ്പലിന്റെ രാജി എന്നത് 5 വർഷത്തേക്ക് മാറ്റി നിർത്തുക എന്നത് ഒഴിച്ചാൽ അവിടെ നിങ്ങൾക്കൊരു വിയോജിപ്പുണ്ടാകും. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം അവർ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക തന്നെയല്ലേ ചെയ്തത്? അവിടെ മറ്റെന്തൊത്തുകളി? അങ്ങനെയല്ല. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജയ്ക്ക് അദ്ദേഹം സമര പന്തലിൽ വന്ന് പറഞ്ഞ വാചകങ്ങൾ നിങ്ങളുടെ മീഡിയ വണ്ണിന്റെ റെക്കോർഡിൽ ഉണ്ടാവുമല്ലോ. അവർ പറഞ്ഞെന്താ, ലക്ഷ്മി നായർ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും രാജിവെച്ച് പുറത്തു പോയിട്ടല്ലാതെ SFI സമരം അവസാനിപ്പിക്കുന്ന പ്രശ്നമല്ല, മറ്റ് അജണ്ടകൾ നമ്മുടെ മുമ്പിലില്ല. അവർ അതിൽ നിന്ന് പുറകോട്ട് പോയി. 1. 2, നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. DYSP തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിക്കാൻ പറഞ്ഞു. ഇതുവരെയും DYSP തലത്തിലുള്ള ഉദ്യോഗസ്ഥനെ ഒന്ന് നിയമിക്കാൻ പോലും ഈ സർക്കാരിന് കഴിഞ്ഞില്ല. 2. 3, SC/ST അട്രോസിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു ദളിത് കുട്ടി പഠിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്നും വിളിച്ചിറക്കി കൊണ്ടുവന്ന് സ്വന്തം ഹോട്ടലിൽ എച്ചിൽ വാരിച്ചു എന്നുള്ള രീതിയിൽ SC/STയുടെ 3 സെക്ഷൻ ക്ലോസ് B അനുസരിച്ചുള്ള ഒരു കാര്യം വന്നപ്പോൾ 7 ദിവസമായിട്ടും ആ പരാതി, സാധാരണഗതിയിൽ SC/ST അട്രോസിറ്റിയുടെ പരാതി വന്നാൽ അപ്പോഴെടുക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ ലേറ്റസ്റ്റ് ഡിസിഷൻ. എന്നിട്ട് 7 ദിവസക്കാലം ആ പരാതി സ്തംഭിപ്പിച്ചു വെച്ചു. ഇതുവരെയും ലക്ഷ്മി നായരെ അറസ്റ്റ് ചെയ്യാനുള്ള ആർജവത്വം SFIയുടെ CPMന്റെ നേതാക്കന്മാർക്ക് ഉണ്ടായിട്ടില്ല. 3, ഞങ്ങൾ പറഞ്ഞു അഫിലിയേഷനെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അഫിലിയേഷൻ പ്രധാനപ്പെട്ടതല്ലേ? അഫിലിയേഷനെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ DYFI നേതാക്കന്മാർ ഉൾപ്പെടുന്ന സിൻഡിക്കേറ്റ് അഫിലിയേഷനെ സംബന്ധിച്ച ചർച്ച ഗവൺമെന്റിലേക്ക് ശുപാർശ ചെയ്തതിനു മുമ്പ് അതിനെ അട്ടിമറിച്ചു. 4. 5, ഞങ്ങൾ പറയുന്നു കേരള ലോ അക്കാഡമി ട്രസ്റ്റിന്റെ പേരുള്ള ഭൂമി അനധികൃതമായി കൈവശം വെച്ചതിന് ശേഷം അനധികൃതമായി ഹെദർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ഫ്ളാറ്റ് കുംഭകോണവും അതിന് തിരുവനന്തപുരത്തെ ഇടതുപക്ഷ നഗരസഭ കൊടുത്ത രണ്ട് തരത്തിലുള്ള പെർമിറ്റുകളും ആ പെർമിറ്റിന്റെ മറവിൽ നടത്തിയ 50 കോടിയുടെ അപ്പാർട്ട്മെന്റുകൾ 36 കോടി രൂപയ്ക്ക് വിറ്റ് നടത്തിയ കച്ചവടത്തിൽ ലക്ഷ്മി നായർക്കുള്ള പങ്കും അന്വേഷിക്കണമെന്ന് ഞങ്ങൾക്ക് ഈ ഗവൺമെന്റിനോടല്ലാതെ ആരോടാണ് പറയാൻ കഴിയുക? ചെയ്തിട്ടില്ല. ഏറ്റവും അവസാനം നിങ്ങൾക്കറിയുമോ, ട്രസ്റ്റിന്റെ 21 ഗവേണിംഗ് ബോഡി കൂടിയിട്ട് തീരുമാനമെടുക്കേണ്ടതിന് പകരം അച്ഛനും മകനും അദ്ദേഹത്തിന്റെ കൊച്ചച്ഛനും കൂടി ഇരുന്ന് ഒരു വെള്ളക്കടലാസിൽ സീല് പോലും ഇല്ലാതെ ലക്ഷ്മി നായരെ ഞങ്ങൾ 5 കൊല്ലത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുന്നത് പറഞ്ഞാൽ ലക്ഷ്മി നായരെ പോലുള്ള ഒരു സഹോദരി, ഒരു സ്ത്രീ, ഒരു ഡോക്ടറേറ്റ് ഉള്ള ആള് തീർച്ചയായിട്ടും നാളെ ഹൈക്കോടതി പോവും. ഹൈക്കോടതിയിൽ നിന്ന് പേപ്പറുമായിട്ട് വരും. അന്ന് സമരരംഗത്ത് നിന്ന് പിന്മാറിപ്പോകുന്ന വിദ്യാർത്ഥികൾ വഞ്ചിതരാകും. ഇതുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഫ്ളാറ്റ് കുംഭകോണം അന്വേഷിക്കണം. SC/ST ഇതിനെ സംബന്ധിച്ച് ലക്ഷ്മി നായർ അറസ്റ്റ് ചെയ്യണം. അനധികൃതമായിട്ടുള്ള ഭൂമി ഉണ്ടെങ്കിൽ തിരിച്ചെടുക്കണം. അഫിലിയേഷൻ ഇല്ല എന്ന് ഇപ്പം അറിയുന്നു. അഫിലിയേഷൻ രേഖകൾ കാണാതായതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം. ട്രസ്റ്റിൽ ഗവർണറും മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഉണ്ടായിരുന്ന ട്രസ്റ്റ് എങ്ങനെയാണ് അച്ഛൻ്റെയും അനുജന്റെയും സഹോദരിയുടെയും സഹോദരന്റെയും പേരിലേക്ക് കുടുംബ സ്വത്തായി മാറിയത് ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം. അഖിൽ, നിങ്ങൾ സമരരംഗത്ത് തുടരുകയാണല്ലോ, എന്താണ് ഇനി നിങ്ങളുടെ പുതിയ മുദ്രാവാക്യം? എങ്ങനെയാണ് നിങ്ങൾ ഈ സമരത്തിന് എങ്ങനെയാണ് നിങ്ങൾ എന്തൊക്കെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന ആരോപണത്തിന് നിങ്ങൾ എങ്ങനെ മറുപടി പറയും? ഈ വിഷയത്തെ രാഷ്ട്രീയമായിട്ടല്ല ഷിജു ഖാൻ കാണേണ്ടത്. കേരളത്തിലെ സ്വാശ്രയ മുതലാളിമാർ വിദ്യാർത്ഥികൾക്ക് മേൽ നടത്തുന്ന നരനായാട്ട്, അതിന് ഗവൺമെൻറ് ഒരു ഇടനിലക്കാരനെ പ്രവർത്തിക്കുന്നു എന്നത് ആരോപണം പോലെ അല്ലെങ്കിൽ പച്ച പരമാർത്ഥം പോലെ സത്യമാണ്. അത് ഒരു വശത്ത് നിൽക്കുന്നു. ലോ അക്കാഡമി വിഷയത്തിൽ ABVP ആദ്യം മുതലേ തന്നെ ഉയർത്തുന്നത് പ്രിൻസിപ്പാൾ തൽസ്ഥാനത്ത് നിന്നും രാജിവെച്ച് പുറത്തു പോകണം, ഈ സർക്കാർ ഭൂമികൾ ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാകണം, ഈ കോളേജ് സർക്കാർ ഏറ്റെടുക്കണം. ഇന്ന് ഇവിടുത്തെ കോളേജ് വിദ്യാർത്ഥികളുടെ പേരിൽ ലക്ഷങ്ങളുടെ കള്ളപ്പണ ഇടപാടാണ് ലക്ഷ്മി നായർ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ രേഖകൾ പുറത്തു വന്നു. ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഇൻകം ടാക്സ് ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള പരാതികളാണ് പകൽ പോലെ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഈ സമരമുഖത്തിൽ നിന്ന് പിന്മാറിപ്പോവാൻ കേരളത്തിലെ വിദ്യാർത്ഥികളോട് പ്രതിബദ്ധതയുള്ള ABVP പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ ലോ അക്കാഡമി വിഷയത്തിൻ്റെ ഒരു വിജയം, ആ ലോ അക്കാഡമി വിഷയവുമായി ഉയർന്നു വന്നിട്ടുള്ള മുഴുവൻ വിഷയങ്ങളിലും പരിഹാരം കണ്ട് ഇവിടെ വരാൻ പോകുന്ന ഈ 5 വർഷത്ത് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന വിദ്യാർത്ഥികളും ഇവിടെ സുരക്ഷിതത്വത്തോടെ പഠിക്കണം, അവരുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ നേടിയെടുക്കണം. അല്ലാതെ ഇതിൽ ഷിജു ഖാൻ നേരത്തെ പറഞ്ഞ ആ കടലാസ് എൻ്റെ കയ്യിലുമുണ്ട് ഷിജു ഖാനെ, അതിൽ എഴുതിയിട്ടുള്ളത് പ്രിൻസിപ്പാൾ ലക്ഷ്മി നായർ തൽസ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞ് പകരം വൈസ് പ്രിൻസിപ്പാൾ വരുമെന്നാണ്. ഒഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 1 ദിവസത്തേക്ക് ഒഴിയാം, 2 ദിവസത്തേക്ക് ഒഴിയാം, ഒരാഴ്ചത്തേക്ക് ഒഴിയാം, 1 മാസത്തേക്ക് ഒഴിയാം.
അങ്ങനെയല്ല എഴുതി കൊടുക്കേണ്ടത്. ഞാൻ എൻ്റെ സ്ഥാനത്ത് നിന്നും രാജിവെച്ച് പോകുകയാണ്, ഈ ക്യാമ്പസിലെ ഇനി എനിക്കൊരു അധികാര പരിധിയുമില്ല എന്ന് എഴുതി കൊടുക്കണം. നേരത്തെ എൻ്റെ സഹോദരി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പേപ്പറിൽ എവിടെയാണ് കോളേജിന്റെ സീലുള്ളത്? ഇതിലാകപ്പാടെ 4 പേരാണ് ഒപ്പിട്ടുള്ളത്. നാരായണൻ നായർ സർ, അയ്യപ്പൻ പിള്ള സർ, നാഗരാജ് സർ, അങ്ങനെ ഇവരുടെ കുടുംബക്കാർ മാത്രമാണ് ഇത് ഒപ്പിട്ടിട്ടുള്ളത്. അതിൽ ലക്ഷ്മി നായർ പോലും ഒപ്പിട്ടിട്ടില്ല. ഈ പറയുന്ന സഹാക്കൾക്ക് എഴുതി കൊടുത്ത 17 അംഗ അവകാശങ്ങൾ ഞാൻ അംഗീകരിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി നായർ പോലും ഒപ്പിട്ടിട്ടില്ല. ഇത് ആരെയാണ് ഷിജുഖാൻ നിങ്ങൾ കള്ളം പറഞ്ഞു പറ്റിക്കുന്നത്? ഇന്നലെ വരെ നിങ്ങളുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൊടി പിടിച്ച് സമരം ചെയ്ത് ഇവിടുത്തെ സഹാക്കളോടോ ആ വിദ്യാർത്ഥികൾ നിങ്ങൾ എന്തോ തെറ്റാണ് ചെയ്തത്? നിങ്ങളുടെ പാർട്ടി ഓഫീസിനകത്ത് AKG സെന്ററിനകത്ത് നാരായണൻ നായർ ചർച്ച ചെയ്തതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പാർട്ടി ചിലപ്പോൾ ഇറങ്ങിപ്പോകുമായിരിക്കും. എന്നാൽ ആ വിദ്യാർത്ഥികളോട് നിങ്ങൾ അങ്ങനെയല്ല കാണിക്കേണ്ടിയിരുന്നത്. ആ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഷിജുഖാൻ നേരത്തെ പറഞ്ഞ സമരങ്ങളൊന്നും SFI നടത്തി വിജയിച്ചിട്ടില്ല എന്ന് ഞാനടക്കമുള്ള ഒരാളും പറയുന്നില്ല. നിങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്, വിജയിപ്പിച്ചിട്ടുണ്ട്. അതിനെ ഒരു വിദ്യാർത്ഥി നേതാവ് എന്ന നിലയ്ക്ക് അംഗീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ അംഗീകരിക്കുന്നു, ഷിജുഖാന്റെ ആ കാര്യങ്ങളെയൊക്കെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭരണത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഭരണത്തിന്റെ മറവിൽ നിങ്ങൾ ഇങ്ങനെ വിദ്യാർത്ഥികളെ പറ്റിക്കാൻ ഇറങ്ങിത്തിരിക്കരുത്. ഇത് വിദ്യാർത്ഥി വഞ്ചനയാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ, താങ്കൾ പറഞ്ഞതുപോലെ ഇത് കേവലം ഈ വിഷയങ്ങളിൽ മാത്രം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നടത്തുന്ന സമരം, അവർ ഉന്നയിച്ചിട്ടുള്ള ഈ കേവലമായ ആവശ്യങ്ങൾ എന്നതിനപ്പുറം വലിയ മാനമുള്ളൊരു വിഷയമാണ്. താങ്കൾ പറഞ്ഞതുപോലെ സർക്കാർ ഭൂമി കയ്യേറി അത് സ്വന്തം നിലയ്ക്ക് സ്വന്തമാക്കി വെക്കുന്നത് മുതൽ പിന്നീട് അങ്ങോട്ടുള്ള താങ്കൾ പറഞ്ഞ ഈ വലിയ കുംഭകോണത്തിൻ്റെ ചരടുകൾ ഒന്നൊന്നായി അന്വേഷിച്ച് കണ്ടെത്തി നടപടികൾ ഉണ്ടാകേണ്ടതാണ്. 2016 മെയ് 2 സുപ്രീം കോടതി പുറപ്പെടുവിച്ച മോഡേൺ ഡെന്റൽ കേസ് വിധിയിൽ തന്നെ സ്വാശ്രയ കോളേജുകൾ, സ്വകാര്യ കോളേജുകൾ നടത്തുന്ന ഏത് തരത്തിലുള്ള അന്യായമായ കാര്യങ്ങളിലും സർക്കാരിന് കേവലം ഒരു മ്യൂട്ട് സ്പെക്ടേറ്ററായി നിൽക്കുകയല്ല, സർക്കാരിന് അവിടെ ഇടപെടാനുള്ള അവകാശമുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യവും അതുപോലെ തന്നെ അതിൻ്റെ പവിത്രതയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള തരത്തിൽ സർക്കാർ ഇടപെടണം എന്ന് കോടതിയുടെ വിധിന്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇവിടെ സിൻഡിക്കേറ്റ് സർക്കാരിനോട് ഉചിതമായ നടപടി സ്വീകരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിച്ചപ്പോഴും ഇവിടെ സർക്കാർ ചെയ്തത് സർവകലാശാലയോട് നടപടി സ്വീകരിക്കാൻ മറച്ചു പറയുകയാണ്. സർക്കാരിന് ഈ കാര്യങ്ങളിൽ ഉചിതമായി ഇടപെടുന്നതിന് എന്താണ് തടസ്സം? അവിടെ നിശബ്ദരായി നോക്കി നിൽക്കുന്ന ഒരാളായി സർക്കാർ മാറുന്നുണ്ടോ? ഡോക്ടർ ഫസൽ ഗഫൂർ, ചില സംശയങ്ങൾ, ചില ദുരൂഹതകൾ ബാക്കി നിൽക്കുന്നില്ലേ? ദുരൂഹതകൾ ഒരുപാട് മാറ്റി നിൽക്കുന്നുണ്ട്. ഞാനിനി വേറെ കാര്യം കൂടെ പറയാം. കേരള രാഷ്ട്രീയത്തിലെ ഒരുപാട് ഇന്നുള്ള നേതാക്കന്മാരൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട് പഠിച്ചതാണ് ഈ ലോ കോളേജ്. ഈ ലോ കോളേജ് അഡ്മിഷനൊരു മാനദണ്ഡമില്ല, ഫീസിനൊരു മാനദണ്ഡമില്ല. ഈ കുടുംബത്തിലുള്ള അംഗങ്ങളെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ, അത് വേറെ രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അഡ്മിഷൻ കിട്ടും. അതിനെപ്പറ്റി ഇവിടെ ആരും ചർച്ച ചെയ്തില്ല. ഈ സ്വയാശ്രയ ഇത്ര വർഷങ്ങളോളം കത്തി നിൽക്കുമ്പോൾ അതുകൊണ്ട് ഇതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാടെടുക്കും. ഞാൻ എൻ്റെ സംഘടന നിയമപരമായിട്ട് നിലപാടെടുക്കും. കാരണം ഞങ്ങൾക്കാർക്കും നൽകാത്ത ഫെസിലിറ്റിയാണല്ലോ ഇതിൻ്റെ കൂട്ടത്തിൽ ഭൂമിയൊക്കെ പതിച്ചെടുക്കിയിരിക്കുന്നു. അതുമാത്രം ഒരു കുടുംബത്തിലുള്ള ഒരു കുട്ടി അവിടെ ആദ്യം വിദ്യാർത്ഥിയായിട്ട് ജോയിൻ ചെയ്യുന്നു, പിന്നെ അവിടെ സ്റ്റാഫ് ആവുന്നു, പിന്നെ അവിടെ നിന്ന് PhD എടുക്കുന്നു, പിന്നെ അവിടെ പ്രിൻസിപ്പൾ ആവുന്നു, പിന്നെ അതിനുശേഷം ഡയറക്ടർ ബോർഡിൽ വരുന്നു. ഇതൊക്കെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണോ? അങ്ങനെ അതെങ്ങനെ സംഭവിച്ചു? ഇതെല്ലാം നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. അല്ലാതെ ഈ ഷിജുഖാനും നമ്മുടെ അഡ്വക്കേറ്റും കൂടെ ചുമ്മാ കിടന്ന് തല്ലുകൂടുന്ന മാതിരിയല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഈ കാര്യങ്ങളുടെ പുറകിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു കാര്യം സംശയം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചാനലിൽ ലാസ്റ്റിൽ വരാനുള്ള കാരണം ഈ സ്വയാശ്രയ വിഷയം എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം പീഡിപ്പിക്കുകയാണ്. നമ്മളെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു 5 പൈസ പോലും സർക്കാരിൻ്റെ അടുത്ത് വാങ്ങാത്ത ഞങ്ങളെയൊക്കെ പീഡിപ്പിക്കുമ്പോൾ ഇവിടെ ഒരു മാനദണ്ഡവും ഇല്ല. അഡ്മിഷന് ഒരു മാനദണ്ഡവുമില്ല. ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ അടുത്ത് ഒരു സ്ലിപ്പ് കിട്ടിയാൽ അഡ്മിഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ ലോ കോളേജിൽ ഇന്ന് വരെ ഒരു സ്വയാശ്രയ കരാറിൽ ഏർപ്പെടാൻ ഇവർ വന്നിട്ടില്ല. അതുകൊണ്ട് ഉടനടി ഈ സർക്കാർ ഇത് ഏറ്റെടുക്കണം. കാരണം ഒരു 5 പൈസ ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് അതിലില്ലല്ലോ. ഈ പറയുന്ന ട്രസ്റ്റീസിന് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ഇതൊരു പബ്ലിക് ട്രസ്റ്റ് തന്നെയാണ്, ഒരു സംശയമില്ല. അല്ലാതെ വ്യക്തിപരമായിട്ട് ഒരു പ്രൈവറ്റ് ട്രസ്റ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഉടനടി സർക്കാർ ഇത് ഏറ്റെടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അഞ്ജിത, ഈ സമരം വൻ വിജയമായിരുന്നു. അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ DYFI സംസ്ഥാന കമ്മിറ്റി അംഗം ഷിജു ഖാനോട് ലോ അക്കാദമിയിൽ ഇപ്പോഴും സമരരംഗത്തുള്ള വിദ്യാർത്ഥിനി എന്ന നിലയിൽ അഞ്ജിതയ്ക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക്, ഈ സമരത്തിൽ ആക്റ്റീവായി പങ്കെടുത്ത ഒരു മെമ്പർ എന്ന നിലയ്ക്ക് ഞങ്ങളിവിടെ വിജയം ആഘോഷിച്ചിട്ടില്ല. കാരണം ഞങ്ങൾക്ക് വിജയം ലഭിച്ചിട്ടില്ല. എവിടെയാണ് ഞങ്ങൾക്ക് വിജയം ലഭിച്ചത്? ഒന്ന് സാറ് പറയൂ. നാളെ അവർ ചലഞ്ച് ചെയ്ത് തിരിച്ചു വരില്ലെന്ന് സാറിന് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇതൊരുമാതിരി നല്ല നടപ്പിന് സമയം കൊടുത്ത മാതിരി ഉണ്ട്. അത് നമുക്ക് നല്ല നടപ്പ് ചാനലിൽ നമുക്ക് കാണാം, കുക്കറി ഷോ ആയിട്ട് നടക്കുന്ന കാണാം. ഒരു കാര്യം ചോദിച്ചൂടെ, ഒരു 5-8 വർഷം മുമ്പ് ഇതേപോലെ സ്വന്തം ഒരു വിദ്യാർത്ഥിനെ ഗുണ്ടകളെ വെച്ച് തല്ലിപ്പിച്ച ഒരു ചരിത്രമുണ്ട് ഞങ്ങളുടെ പ്രിൻസിപ്പൾക്ക്. അന്നൊരു 1.5 വർഷം മാറിയെന്ന് തിരിച്ചു വന്നിട്ടല്ലേ ഇത്ര ആക്രമണം ചെയ്തിരിക്കുന്നത്.
ഇന്ന് ഈ SFIക്കാരോട് എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ. ഒരു ഇൻകം ടാക്സിൻ്റെ ഒരു കേസ് ഇപ്പം ഇന്ന് വന്നിട്ടുണ്ട്. ഗോൾഡൻ ജൂബിലി എന്ന് പറഞ്ഞിട്ട് 937 സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് 8000 രൂപ വെച്ച് വാങ്ങിച്ചു. അത്തരം ഒരു ഫെസ്റ്റിവൽ ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ തിരിച്ച് കാശ് വെച്ച് അവർ തരുമോ? എൻ്റെ പേര് ഉൾപ്പെടെ അതിനകത്ത് പേര് തന്നിട്ടുണ്ട്. ഒരു 500 രൂപ പോലും സെമിനാറിന് ഇറക്കാത്ത കുട്ടികളാണ് ഇവിടുത്തെ. അവർ 8000 രൂപ വെച്ചെന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പാടുണ്ട്. ഞാൻ എന്തായാലും കൊടുത്തിട്ടില്ല. അവർ തിരിച്ചു തരട്ടെ കാശ്. എന്നാൽ ഇത്തരം അനീതികൾ അവരിതൊന്നും കാണുന്നില്ലേ? അവരുടെ പേര് അതിനകത്ത് കാണും. അതിനകത്ത് ഞങ്ങളിവിടെ വിജയം ആഘോഷിച്ചിട്ടില്ല. ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത് പ്രിൻസിപ്പള് പൂർണ്ണമായിട്ട് ഈ ക്യാമ്പസിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഞങ്ങളുടെ വിജയം. അല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കി പോകാൻ ഒരു താല്പര്യമില്ല. ചിലപ്പോൾ 5 വർഷം ഞങ്ങൾ സേഫായി പോയിരിക്കും. ഞങ്ങൾക്ക് വരുന്ന വിദ്യാർത്ഥികളെ കുറിച്ച് ഞങ്ങൾക്ക് ആലോചിക്കണം. അതുകൊണ്ട് ഞങ്ങൾ വിജയം ആഘോഷിച്ചിട്ടില്ല സാർ, ഇതുവരെ ആഘോഷിച്ചിട്ടില്ല. വിജയം വരും, ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വിജയം വരും. ഷിജു ഖാൻ. ശ്രീ ഗോപികൃഷ്ണ, ഒരുപാട് ചോദ്യങ്ങൾക്കിടയിലേക്ക് നിങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മളൊരു സമരം ആരംഭിക്കുമ്പോൾ ആ സമരത്തിന് ആധാരമായ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, സമരം അവസാനിപ്പിക്കുമ്പോൾ ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന സമര സംഘടനകൾ വഹിക്കേണ്ട ഒരു വലിയ പക്വതയും പാകതയും അതാണ് SFI ഈ സമരത്തിലും തെളിയിച്ചത്. വളരെ ഗൗരവത്തോടെയുള്ള മുദ്രാവാക്യങ്ങൾ അവതരിപ്പിക്കുകയും അത് ഫലപ്രദമായി വിജയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ സുഹൃത്ത് ലോ അക്കാദമിയിലെ വിദ്യാർത്ഥിനി അഞ്ജിത ഉൾപ്പെടെയുള്ള ആളുകൾ പ്രകടിപ്പിക്കുന്ന വികാരം, അവരുടേതായിട്ടുള്ള ആ ഒരു വികാരമൊക്കെ ഞാൻ കാണുകയാണ്, ഞാൻ മനസ്സിലാക്കുകയാണ്. കേരളത്തിലെമ്പാടും നൂറുകണക്കിന് സമരങ്ങളിൽ നേരിട്ട് പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ ലോ അക്കാദമിയിലെ പ്രിൻസിപ്പലിനെതിരെയും അവിടുത്തെ പീഡനങ്ങൾക്കെതിരെയും ശക്തമായി നിലപാടെടുക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തീർച്ചയായും ലോ അക്കാദമി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ജനാധിപത്യപരമായ ഒരു പെരുമാറ്റ സംഹിത ഉണ്ടാവണം. അവിടെ ഇപ്പോൾ 5 വർഷത്തേക്ക് നമ്മൾ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ നീക്കം ചെയ്യുന്ന ഈ പ്രിൻസിപ്പൽ എല്ലാവിധ ജനാധിപത്യ വിരുദ്ധതകളുടെയും ഒരു പ്രതിനിധാനമായിരുന്നു. ആ പ്രതിനിധാനമായിരുന്ന പ്രിൻസിപ്പൽ തൽസ്ഥാനത്ത് തുടരേണ്ടതില്ല എന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടത്. ആ നിലപാടിനാണ് ഇന്ന് അംഗീകാരം കിട്ടിയത്. എന്ന് മാത്രമല്ല, ഇവർ വിലയില്ലെന്ന് പറഞ്ഞ ഈ കടലാസ് ഉണ്ടല്ലോ, നിങ്ങളൊന്ന് പരിശോധിക്കണം. ഈ സമരത്തിന്റെ ഭാഗമായി അതിന് നേതൃത്വം കൊടുത്ത ഒരു വിദ്യാർത്ഥിക്കെതിരെയും നടപടി സ്വീകരിക്കുകയില്ല എന്ന് എഴുതി തന്നിരിക്കുകയാണ്. ഹോസ്റ്റലുകൾക്കുള്ളിൽ സ്വാതന്ത്ര്യ സ്വതന്ത്രമായി ക്യാമറകൾ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് താമസിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയും പരാതികൾ വരും. ഇവിടെ ഷഫീർ ഉന്നയിച്ചല്ലോ, ലക്ഷ്മി എസ് നായർക്കെതിരെ, ലോ അക്കാദമിക്കെതിരെ ഉന്നയിച്ച പരാതികൾ. അത്തരം കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് പരിശോധിക്കണം. കഴമ്പുള്ളതിനെല്ലാം എതിരെ നടപടി സ്വീകരിക്കണം. പക്ഷേ ഈ സമരത്തിന് ആധാരമായ മുദ്രാവാക്യത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് വഴിതിരിച്ചുവിട്ട് ഗവൺമെന്റിനെതിരായ സമരമാക്കി മാറ്റുന്നു. ഗോപികൃഷ്ണൻ ചോദിച്ചില്ലേ, സമരവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ സമീപനത്തെ സംബന്ധിച്ച് നിങ്ങളും സംശയാസ്പദമായ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഗവൺമെന്റ് ഇടപെട്ടില്ലേ? സമരം 10-12 ദിവസം കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചില്ലേ? സർവകലാശാല സിൻഡിക്കേറ്റ് ഉപസമിതിയെ നിയോഗിച്ചില്ലേ? റിപ്പോർട്ട് പരിശോധിച്ചില്ലേ? അടിസ്ഥാനത്തിൽ നടപടിയെടുത്തില്ലേ? മാനേജ്മെന്റ് ഇത്തരം സമ്മർദ്ദങ്ങൾക്കൊടുവിൽ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തിയില്ലേ? ഒരുപാട് കൊണ്ടുപോവുക. ഇതാണ് BJPയുടെയും കോൺഗ്രസിന്റെയും ലക്ഷ്യം. നമുക്ക് ആർക്കും അറിയാത്തത് 150 ദിവസം ചർച്ചയ്ക്ക് വിളിച്ചോ? ഇല്ല സുഹൃത്തെ. ലോ അക്കാദമിയിലെ സമരത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടു. ഇനിയും കുട്ടികൾക്ക് ആശങ്കയുണ്ടെങ്കിൽ, അഞ്ജിതയെ പോലുള്ള ആളുകളുടെ ആശങ്കയുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കാണാം, നമുക്ക് വീക്ഷിക്കാം. ആ ആശങ്കകൾ ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ബാക്കി കണ്ടു നിൽക്കുന്ന ജനങ്ങളോടോ ഇവിടെ സമരം നടത്തുന്ന ഒരു വിദ്യാർത്ഥികളെയും കൺവിൻസ് ചെയ്യാൻ SFIക്ക് സാധിച്ചെങ്കിൽ ഞാൻ നാളെ ഈ സമരം നിർത്തി പോവാം. ഞാൻ ഒരു സംഘടനയിൽ വർക്ക് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയല്ല. എനിക്ക് പോലും ഒരു രീതിയിലും 1% പോലും കൺവിൻസ് ചെയ്യുന്ന റിപ്പോർട്ടല്ല ഇന്നിവിടെ ലഭിച്ചത്. അവരുടേതായ വിജയം എന്ന് പറഞ്ഞ് അവരാഘോഷിച്ചു. ഞങ്ങൾ ഇവിടെ ആരും ആഘോഷിച്ചിട്ടൊന്നുമില്ല. ഷിജു ഖാൻ, ഈ സമരത്തിൽ വിദ്യാർത്ഥികൾക്കെല്ലാം താങ്കളുടെ വിദ്യാർത്ഥി സംഘടന ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും ഒരൊറ്റ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും പ്രധാനമായി അവർ മുന്നോട്ട് വെച്ചത് ലക്ഷ്മി നായർ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ഒഴിയണമെന്നതാണ്. അത് ഇക്കാലം അത്രയും അവർക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ, ഇക്കാലം അത്രയും അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള അസഭ്യവർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ, ഇക്കാലം അത്രയും അവർക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ അവർ ഉന്നയിച്ച ഒരു മുദ്രാവാക്യമാണ്. അവിടെ വിദ്യാർത്ഥികളെല്ലാം ഒറ്റക്കെട്ടായിരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ SFI ആയാലും KSU ആയാലും ABVP ആയാലും എല്ലാം ഈ ഒരൊറ്റ ആവശ്യത്തിന് മേൽ ഈ കഴിഞ്ഞ 21 ദിവസം സമരപ്പന്തലിൽ നിൽക്കുകയും SFI ഒരൊറ്റ രാത്രി കൊണ്ട് ആ മുദ്രാവാക്യത്തിൽ അല്പം മയം വരുത്തി കാര്യങ്ങൾ പെട്ടെന്ന് ഒത്തുതീർപ്പാക്കി എന്ന ആക്ഷേപമാണ് ഷിജു ഖാൻ SFIക്ക് മേൽ നിലനിൽക്കുന്നത്. മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ ഒന്നും ചർച്ചയ്ക്ക് ക്ഷണിക്കാതെ
ഏറ്റവും അവസാനം സമരത്തിലേക്ക് എത്തിയ SFIയുമായി കൂടിയാലോചിച്ച് ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കിയത് ഒരു ഒത്തുകളിയുടെ ഭാഗമാണെന്ന് അവർ ആരോപിക്കുന്നത് അതുകൊണ്ടാണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ലാതിരിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായി നിൽക്കാത്ത അഞ്ജിതയെ പോലുള്ളവർക്കും നിങ്ങളുണ്ടാക്കിയ ഒത്തുതീർപ്പ് ഫോർമുല വിശ്വസനീയമായി തോന്നാത്തത്. അതാണ് ഈ ചർച്ചയുടെ കാതൽ. ഗോപികൃഷ്ണ, അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ്. സമരരംഗത്ത് SFI വളരെ തുടക്കം തന്നെ 6 മാസത്തിന് മുമ്പേ പരാതി കൊടുത്തതിന് ശേഷം ആ സമരം ആരംഭിച്ച് സമരത്തിന്റെ നേതൃത്വമായി SFI വളർന്നു വന്നു. SFI അതിന്റെ നേതൃത്വത്തിൽ തന്നെ ഉണ്ടായിരുന്നു, ഒരു സംശയവും വേണ്ട. പിന്നെ ഈ മുദ്രാവാക്യം നടപ്പിലാക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലും SFI ഇടപെട്ടു. വലിയ സമരങ്ങൾ ഗോപികൃഷ്ണൻ ഈ തിരുവനന്തപുരത്ത് അന്വേഷിച്ചാൽ അറിയാം, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന സമരമുണ്ടായി. ആ സമരത്തിന്റെ ഒടുവിലാണ് ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. ഇന്നലെ എല്ലാ സംഘടനകളെയും ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ആ സംഘടനകളുമായി ചർച്ച നടത്തി. ഇന്നും എല്ലാ സംഘടനകളെയും ചർച്ചയ്ക്ക് വിളിച്ചു. AISFനും MSFനും ഈ ചർച്ചയിൽ വിശ്വാസമില്ല. അവർക്ക് സമരം അവസാനിപ്പിക്കാൻ താല്പര്യമില്ല. ഗോപികൃഷ്ണ, SFIക്ക് ഒരു സമരം തുടങ്ങിയാൽ, മുദ്രാവാക്യം നടപ്പിലാക്കിയാൽ അടുത്ത ദിവസം മുതൽ അധ്യയനം ആരംഭിക്കണം. കുട്ടികൾക്ക് പഠിക്കണം, LLB എടുക്കണം, വക്കീലാവണം, മജിസ്ട്രേറ്റ് പരീക്ഷ എഴുതണം, പരീക്ഷകൾ എഴുതി മിടുക്കരാവണം. അതിനുവേണ്ടിയുള്ള നടപടിയാണ്. എക്സാമൊക്കെ ഓലപ്പടക്കൊക്കെ കാണിക്കും. ശ്രീ ഗോപികൃഷ്ണ, തീർച്ചയായിട്ടും ഈ സമരത്തിന് ആധാരമായ മുദ്രാവാക്യങ്ങൾ മാനേജ്മെന്റിനെ കൊണ്ട് അംഗീകരിപ്പിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചു. തുടർന്നും സമരത്തിന്റെ പാതയിൽ തന്നെയായിരിക്കും SFI ഒഴികെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ. എന്താണ് ലോ അക്കാദമി വിഷയത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ലോ അക്കാദമി സമരം പൂർണ്ണമായി അവസാനിച്ചു എന്ന് പറയാൻ കഴിയില്ല. പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന VSന്റെ വാക്കുകളെ അടിവരയിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് BRM ഷഫീർ, ഡോക്ടർ ഫസൽ ഗഫൂർ, ഷിജു ഖാൻ, AS അഖിൽ, അഞ്ജിത ഈ ചർച്ചയിൽ സഹകരിച്ചത്. ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇനി പൊളിമിക്സുമായി PT നാസറത്തും കാണാം. ഗുഡ് ബൈ.